ആയിട്ട് വരുന്നത് നമുക്ക് ഒന്നാമത്തെ ചന്ദ്രവട്ടം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പക്ഷെ അതിന് മുന്നേ നമ്മൾ കുറച്ച് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കവർ ചെയ്ത് പോകും. പക്ഷെ ശരിക്കും പ്രാക്ടീസ് തുടങ്ങുന്നത് നമ്മുടെ ഒന്നാമത്തെ ചന്ദ്രവട്ടം എന്ന് പറഞ്ഞാൽ ഒരു മാസം അത് കഴിഞ്ഞായിരിക്കും നമ്മൾ യഥാർത്ഥ പ്രവർത്തനം. നമ്മളെ പ്രാക്ടീസ് സെക്ഷനൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഇതിനകത്തും യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന ഇതിനകത്തുമാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നോക്കട്ടെ ആരെങ്കിലും വരുന്നുണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ സെക്ഷൻ നമ്മുടെ പഴയ ബാച്ചുകാർ എല്ലാവരും കേട്ടോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, സൗണ്ട് പോയോ? സൗണ്ട് കിട്ടുന്നില്ല, സൗണ്ട് കേൾക്കത്തില്ല ബാക്കിയുള്ളവർക്ക്. ക്ലിയർ ആണല്ലേ? ആ മാത്യു സാർ, ഇടയ്ക്ക് സാറിന്റെ സൗണ്ട് ഇടയ്ക്ക് വിഷയം വന്നായിരുന്നു. ഇപ്പോഴും കേൾക്കാമോ സാറേ? മാത്യു സാർ അത് എനിക്ക് അപ്പൊ ഒരു ഹെഡ്ഫോൺ മേടിക്കുന്നത് നല്ലതായിരിക്കും സാറേ. സാറിന്റെ മൊബൈലിലായിരിക്കും വിഷയം തോന്നുന്നു. ബാക്കിയുള്ള ആർക്കെങ്കിലും സൗണ്ടിന് വിഷയം ഉണ്ടോ? അതുകൊണ്ട് ഇതിൽ സൗണ്ട് കൂട്ടാനുള്ളൊരു ഇതെനിക്ക് അറിയാൻ വിഷയം. സാറേ അതിന്റെ മേലെ സ്പീക്കർ ആക്കിയിട്ടാ മതി. മേലെ റൈറ്റ് സൈഡില് ഒരു ഇത് കാണാം. ആരുടെ? എന്റെ ആണോ? അല്ല, മാത്യു സാർ. അതെ. സ്ക്രീനിന്റെ മേലെ സൈഡില് സ്പീക്കറിന്റെ ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഓൺ ആക്കിയിട്ടാണ് വോയിസ് കൂട്ടുന്നത്. ഹലോ കേൾക്കാമോ? പറഞ്ഞോ. ശരി. ഓക്കെ, നമ്മളുടെ സാധാരണ മെഡിറ്റേഷനും മോർണിംഗ് പ്രാക്ടീസും ഒക്കെ തന്നെ വരുന്നത് നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് വെൽനസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രാർത്ഥനയും നമ്മളുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊന്ന് പറയണമെന്നുണ്ട്. അതുപോലെ ആരാ വന്നിട്ട് അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും നമ്മുടെ പ്രാർത്ഥനയും ശ്വസനവുമായി ബന്ധപ്പെട്ട ഇത് ഇൻറ്റിഗ്രേറ്റഡ് വെൽനസ്സിനകത്ത് നമ്മൾ പറഞ്ഞു. ശരിക്ക് നമ്മുടെ ക്ലാസ് നമ്മുടെ മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻറ്റിഗ്രേറ്റഡ് വെൽനസ്സിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഈ മൈൻഡുമായി നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന എനർജി ഫ്യൂവൽ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയും കൂടിയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പുതിയ ബാച്ചുകാർക്ക് രണ്ട് ബാച്ചുകാർക്കും ഒരുപക്ഷെ ഇതിനകത്ത് ചെറിയ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പ്രാക്ടീസ് സെക്ഷനിലേക്ക് വരുമ്പോഴാണ് ഈ ഗ്രൂപ്പ് നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുക. ഓക്കെ, അപ്പോൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഇതിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടാവും? പ്രാർത്ഥിക്കാത്തവരും ഉണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുന്നത് എത്ര? ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വിടാമോ? പ്രാർത്ഥിക്കുന്നുണ്ട്. കുറവാണ്. രാവിലെ പ്രാർത്ഥിക്കും, 3 മണി ഞാൻ പ്രാർത്ഥിക്കും. ഓക്കെ.
പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തൊരു കാര്യം പ്രധാനമായിട്ടും പറയണമെന്നുണ്ട്. അതായത് നമ്മൾ ഏകദേശം 3000 മുതൽ 30,000 വരെ ഒരു ദിവസം വിഷയങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ബ്രെയിൻ, നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് 3000-ൽ കൂടുതൽ, അത് 30,000 വരെ വരാം. ചില കാര്യങ്ങളിൽ 60,000-ഓളം തന്നെ വിഷയങ്ങളെ അല്ലെങ്കിൽ ചിന്ത വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രമാത്രം ചിന്തകളാണ്? ഞാൻ കൂടെ ഇതിലേക്ക് ആള് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ എന്തുമാത്രം വിഷയങ്ങളാണ് ചിന്തിക്കുക? എത്ര എണ്ണം? ഏകദേശം അത് 30,000 വരെ ചിന്തകൾ, വിഷയങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. മനുഷ്യന്റെ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇന്നലെ വരെ ജീവിച്ചു വന്നിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു നമ്പറുകളിൽ, നിസ്സാരമായ നമ്പറുകളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല മനുഷ്യനിലുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ചിന്തയും അതുപോലെ തന്നെയാണ്. 30,000 വിഷയങ്ങളിലൂടെ കടന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മളിതെല്ലാത്തിനെയും നമ്മളിലേക്ക് കടന്നു വരുന്ന എല്ലാ ചിന്തകളെയും നമുക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, വേറെ ഒരു പ്രവർത്തനവും ചെയ്യാൻ പറ്റില്ല. സകല ഊർജവും നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ ശ്രദ്ധയും കൂടി വിടുകയാണെങ്കിൽ സകല ഊർജവും എന്ത് ചെയ്യും? നമ്മളിൽ നിന്ന് ചോർന്നു. അപ്പോൾ നമ്മളെ ഈ 30,000-ഓളം ചിന്ത, ഞാനൊരു കോമൺ കണക്കാണ് പറയുന്നത്, 30,000-ഓളം ചിന്ത നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൽ ഏത് ചിന്തയാണ് നമ്മളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്? ഇത് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് മാറ്റിയിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നിത്യ പ്രവർത്തനത്തിൽ സ്വാധീനിക്കുന്ന ചിന്തകൾ, അത് നമ്മൾ തിരിച്ചറിയണം. പല പുസ്തകങ്ങളിലായിട്ട് അത് പറയപ്പെട്ടിട്ടുള്ളതാണ്. മനസ്സുമായി ബന്ധപ്പെട്ട പല പുസ്തകങ്ങളിലും അത് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ശരിക്ക് നമ്മളുടെ വികാരങ്ങളുമായി സ്വാധീനിച്ചിരിക്കും. അതായത് നമ്മൾ ഈ 30,000-ഓളം ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നതിൽ ഏതൊക്കെ ചിന്തകളാണോ നമ്മളുടെ പ്രവർത്തനവുമായി, നമ്മളുടെ ശരീര നിയന്ത്രണ തലവുമായി കണക്ട് ചെയ്ത് വരുന്നത്, നമ്മുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളെ ബാധിക്കുന്നത്, മറ്റോ വന്നു പോകും. ഏതൊക്കെയാണോ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെയാണോ നമ്മൾ എടുക്കുന്നത്, നമ്മളുടെ ഉപബോധ മനസ്സിൽ, ഫസ്റ്റ് ബാച്ച് ഒഴിച്ച് ബാക്കിയുള്ളവരിൽ അറിയാവുന്നതാണ്, ഉപബോധ മനസ്സിലെ സ്മൃതിതലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളുമായി ഈ 30,000 ചിന്തകൾ കണക്റ്റഡ് ആവുന്നതിൽ ഏതൊക്കെയാണോ അത് നമ്മളുടെ വികാരങ്ങളിലേക്ക് സ്വാധീനം ഉണ്ടാവും. അപ്പം നമ്മളുടെ ചിന്തകളെ നമ്മളുമായി അടുത്ത് വരുന്ന ഈ 30,000 ചിന്തകളിൽ ഏതാണോ നമ്മളിലേക്ക് അടുത്ത് വരുന്നത്, അതിന് നമ്മൾ നിരീക്ഷിക്കേണ്ടത് നമ്മളെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. വികാരങ്ങൾ നമ്മൾക്കുണ്ടാകുന്ന ഫീലിങ്സുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുക, ദുഃഖം ഉണ്ടാവുക, ദേഷ്യം ഉണ്ടാവുക, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കടന്നു വരുമെന്ന് പറഞ്ഞാൽ, അതായത് ഒരു കൂട്ടം ചിന്തകളുടെ ആശയങ്ങളാണ് നമ്മളിൽ വികാരങ്ങളായിട്ട് വരുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ന്യൂറോണ് ഈ 30,000 ചിന്തകളിൽ നിന്ന് നമ്മൾ അതിനെ കളക്ട് ചെയ്തെടുത്തിട്ടാണ് അതിനെ ഒരു ആശയമാക്കിയിട്ടാണ് നമുക്ക് ദേഷിക്കണോ, സ്നേഹം ഉണ്ടാവണോ, അല്ലെങ്കിൽ ഭയം ഉണ്ടാവണോ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, നമ്മൾ ഒരാളോട് ദേഷിച്ചതിന് ശേഷം
അല്ല, സത്യത്തിൽ ആ സമയത്തുണ്ടാകുന്നതല്ല, ശരിക്ക് അതിന് മുന്നേ തന്നെ ഉണ്ടാകും. അത് നമ്മളുടെ ഈ ഫീലിങ്സുമായി ബന്ധപ്പെട്ട്, നമ്മളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് അത് നമ്മളിലേക്ക് ചേക്കേറുന്നത്, അല്ലെങ്കിൽ നമ്മളിലേക്ക് ബ്രെയിനിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലേക്ക്, നമ്മളിലേക്ക് അത് അടുക്കുന്നത്. ഞാൻ പറയുന്ന കണക്റ്റ് ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഞാനിത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 30,000 ചിന്തകൾ, ഇത് 30,000, ഞാൻ 30,000 എന്ന് ഒരു കണക്കാണ് പറയുന്നത്. 30,000-ന് കൂടുതൽ ചിന്തകൾ ഒരു ദിവസം മനുഷ്യൻ്റെ കടന്നു പോകും. ഞാനൊരു 30,000 നമുക്ക് പറയാനും എളുപ്പത്തിന് വേണ്ടി മാത്രം 30 പറയാം. അപ്പോൾ ശരിക്ക് നമ്മളുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴാണോ ആ വികാരങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത്, അതായത് ഇവിടെ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, 30,000 ചിന്തകൾ നമ്മൾ കടന്നു വരുന്നതിൽ പല ചിന്തകളും അത് പ്രത്യേകമായിട്ട് ആ ചിന്തകൾ കടന്നുകൂടി ഒരു ആശയം വരും, ഒരു ആശയ രൂപീകരണം നടക്കും ഇവിടെ. ആ ആശയ രൂപീകരണം നമ്മളുടെ സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ആ സമയത്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക്, നമ്മളെ ഉപബോധ മനസ്സിന്റെ ശരീര നിയന്ത്രണ തലത്തിലേക്ക്, സ്മൃതി തലത്തിലേക്ക്. ഈ വാക്കുകൾ പരിചയമില്ലാത്തവർ അത് പിന്നീട് ഞാനത് വ്യക്തമാക്കി തരാം. സ്മൃതിതലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല ഓർമ്മകളെയാണ് സ്മൃതിതലം എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. കഴിഞ്ഞകാല ഓർമ്മകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്മൃതിതലത്തിൽ കണക്ട് ചെയ്ത് നമ്മളുടെ ശരീര നിയന്ത്രണ തലത്തിലേക്ക് അത് ഔട്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ദേഷ്യമായിട്ടായാലും ദുഃഖമായാലും സ്നേഹമായാലും സന്തോഷമായാലും നമ്മുടെ ശരീരം അതിനുവേണ്ടി, നമ്മുടെ ചിന്തകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വരുന്നതിനാണ് ശരീര നിയന്ത്രണ തലം. ഉപബോധ മനസ്സിന്റെ തന്നെ ശരീര നിയന്ത്രണ തലം എന്നൊരു ഘടകമുണ്ട്, അതിലേക്ക് അത് ഔട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു മനുഷ്യൻ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 5 മിനിറ്റ് പോലും, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് പോലും ഓക്സിജൻ ഇല്ലാതെ, ശ്വസനമില്ലാതെ നിലനിൽക്കുക വളരെ പാടാണ്. അപ്പോൾ തീർച്ചയായും ആ 2 മിനിറ്റിന്റെ അത്ര പോലും നമുക്ക് ശ്വസനമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന അതേ പ്രവർത്തനം തന്നെയാണ്, അല്ലെങ്കിൽ ആ ശ്വസനം തന്നെയാണ്, അതായത് നമ്മളെ നേരെ വരുന്ന ഏതൊരു വിഷയത്തിനെയും, നമ്മളെ നേരെ വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ 30,000 ചിന്തകൾ വരുന്നതിൽ, ആ 30,000 ചിന്തകളിൽ നിന്ന് നമ്മുടെ തലച്ചോറ്, നമ്മളെ ന്യൂറോണ്, നമ്മളെ ഉള്ളിൽ കിടക്കുന്ന സ്മൃതിതലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കളക്ട് ചെയ്തെടുക്കും. ഇതിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് ദേഷ്യം ഉണ്ടാവണോ, വിഷമം ഉണ്ടാവണോ, ദുഃഖം ഉണ്ടാവണോ, പേടി ഉണ്ടാവണോ, സന്തോഷം ഉണ്ടാവണോ, ഇതെല്ലാം നമ്മുടെ സ്മൃതിതലം എന്ന് വെച്ചാൽ ഇന്നലെ വരെയുള്ള ജീവിത അനുഭവ ഓർമ്മകളിൽ കിടക്കുന്ന വിഷയങ്ങളുമായി കണക്ട് ചെയ്യും. കാന്തികതയാണത്. കണക്ട് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യും? ഔട്ട് ചെയ്യും. ഇത് ഔട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ശരീര നിയന്ത്രണ തലത്തിലൂടെ ഇത് ഔട്ടാവുന്നത്. അപ്പോൾ ഇവിടെ ബാധിക്കുന്ന ശരീര നിയന്ത്രണ തലത്തിലേക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് തൊട്ട് മുന്നേ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, നിങ്ങൾക്കൊരു ക്ലിയർ ആവുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഇത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കുറച്ചുള്ളത് മനസ്സിലാവും. 30,000 അല്ല 60,000 വരെ ഉള്ള ചിന്തകളുണ്ട്. ഞാൻ 30,000 ആണ് ഒരു കോമൺ കണക്ക് പറയുന്നത്. ഒരു 30,000 ചിന്തകൾ കടന്നു വരുന്നതിൽ നമ്മളുടെ ഇന്നലെ വരെയുള്ള അനുഭവങ്ങളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ മനസ്സിന്റെ, ഉപബോധ മനസ്സിന്റെ സ്മൃതി തലം എന്നാണ്. ആ തലത്തെ കുറിച്ച് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ ബാച്ച് അറിയിച്ച് ബാക്കി എല്ലാവർക്കും അറിയാവുന്നതാണ് സ്മൃതി തലം എന്ന് പറയും. ആ സ്മൃതി തലത്തിൽ കിടക്കുന്ന വിഷയവും, സ്മൃതിതലം എന്ന് പറഞ്ഞാൽ ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. ന്യൂറോണിൽ തന്നെയാണിത്. ഈ ചിന്തയും എവിടെയാണ് ഉണ്ടാവുന്നത്? സത്യത്തിൽ ന്യൂറോണിലാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ന്യൂറോണിലൂടെ കറങ്ങി വരുന്ന ഈ ചിന്തകളെ കാന്തികതയിൽ കണക്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ശരീര നിയന്ത്രണ തലത്തിലേക്ക് മാറ്റും. മനസ്സിലായോ? കിട്ടിയോ? പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കീ, ശരീര നിയന്ത്രണ തലത്തിലേക്ക് ഇത് മാറ്റുമ്പോൾ അത് കൃത്യമായിട്ടും ആരെയാണ് അത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ആരിലാണ് അത് നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലും, ഓരോ ചിന്തകളിലും നമ്മുടെ ശ്വസനത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഓരോ കാര്യത്തിലും ചിന്തിക്കുക. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കാം. പലരും അത്
പലർക്കും അറിയാവുന്നതാണ്. മൈൻഡുമായി ബന്ധപ്പെട്ട പല ക്ലാസ്സുകളും കഴിഞ്ഞു വന്നവരാണ് ഇതിൽ. അപ്പം നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഈ വിഷയങ്ങൾ ബാധിക്കുക നല്ലതായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും. അപ്പൊ ഇത് എന്ത് ചെയ്യുക, നമുക്ക് ദേഷ്യം ഉണ്ടാവുന്നെങ്കിൽ നമ്മുടെ ശ്വസനത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. ഏത് ദേഷ്യമായാലും, പ്രണയം തോന്നിയാലും, പ്രേമം തോന്നിയാലും, കാമം തോന്നിയാലും, ദേഷ്യം തോന്നിയാലും, ദുഃഖം തോന്നിയാലും, എന്ത് ഇത് വന്നാലും ശരി, നമ്മളുടെ എന്ത് പ്രവർത്തനത്തിനും ശ്വസനം വളരെ വലിയ പങ്കാണ്. അദ്ദേഹം തീരുമാനിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചേഞ്ച് വരുത്താതെ നമുക്ക് ഒരു കാര്യവും ഇപ്പൊ ചെയ്തതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് മാറാൻ പറ്റില്ല. ഈ ശ്വസനത്തിന്റെ വേരെവിടെയാ? നേരത്തെ പറഞ്ഞ നമ്മുടെ ചിന്തകളിലാണ്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ശ്വസനത്തിന്റെ പാറ്റേൺ മാറ്റുക എന്നുള്ളത്, അതായത് ഏറ്റവും ശ്വസനം നേരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ ഹാർട്ട് ബീറ്റിലേക്കാണ്. ഇതിന്റെ പ്രവർത്തനം അങ്ങനെ. ശ്വസനം നേരെ പ്രാണായാമമാണോ? കേട്ടില്ല. അല്ല, ചോദ്യം അതായത് പ്രാണായാമോ അല്ല. നമ്മൾ നിലവിൽ മനുഷ്യൻ ഇത് പ്രാണായാമോ യോഗയോ ഇതൊന്നും അല്ല ഞാൻ പറയുന്ന. നിലവിലെ മനുഷ്യന്റെ ശ്വസന രീതി വ്യത്യാസം വരും. മനസ്സിലായി? അതായത് ഒരു വസ്തു മോഷ്ടിക്കാൻ പോണെങ്കിൽ പോലും അവന്റെ ശ്വസനത്തിൽ വ്യത്യാസം വരും. ഒരു തമാശ പറയണമെങ്കിലും അവന്റെ ശ്വസനത്തിൽ വ്യത്യാസം വരും. ഒരു ദുഃഖം പറയണമെങ്കിലും അവന്റെ ശ്വസനത്തിൽ വ്യത്യാസം വരും. മനസ്സിലായി? ഈ പ്രോസസ്സ് ചേഞ്ച് വരുത്താതെ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അത് ചേഞ്ച് നമ്മൾ ബോധമായിട്ട് വരുത്തുന്നതല്ല. അത് ഈ 60,000 ചിന്തകൾ നമ്മളെ ചുറ്റിലും വരുന്നതിൽ, അല്ലെങ്കിൽ 30,000 ചിന്തകൾ നമ്മളെ ചുറ്റിലും വരുന്നതിൽ ഉപബോധ മനസ്സിൽ നമ്മൾ എന്താണ് കരുതിയേക്കുന്നത്? പോസിറ്റീവായിട്ടുള്ളതാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ എടുക്കും, നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ എടുക്കും. അതെടുത്തിട്ട് ശരീര നിയന്ത്രണത്തിലേക്ക്, നമ്മുടെ ശരീരത്തിന്റെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളിലേക്കും കൈമാറും. അതിലൊന്നാണ് ശ്വസനം. ആ ശ്വസനത്തിന്റെ ചേഞ്ച് വരുന്നത് ഹാർട്ട് ബീറ്റിൽ ചേഞ്ച് വരും. ഹാർട്ട് ബീറ്റിൽ ചേഞ്ച് വരുന്നതോടുകൂടി നമ്മുടെ ബോഡിയിലെ എല്ലാ കൺട്രോളിലും ചേഞ്ച് വരും. കണക്കായോ? ഇവിടെയാണ് ശരിക്ക് മുന്നേ ഉണ്ടായിരുന്ന പല മഹത് വ്യക്തികളും ശ്വസനവുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അതുപോലെ ഇപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞ പ്രാണായാമയും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വസനത്തിൻ്റെ പാറ്റേൺ നമ്മളെ കൺട്രോളിലേക്ക് ആകുമ്പോഴാണ് അവന് ഭൗതികപരമായ അവനെ തകർത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവന് ബാധിക്കാത്തത്. പല കാര്യങ്ങളും ബാധിക്കാത്തത് എൻ്റെ കാര്യം, അതായത് നെഗറ്റീവായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ തകർക്കുന്ന ചിന്തകളിൽ നമ്മൾ വീണു പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നിത്യവുമായി ശ്വസനവുമായി ബന്ധപ്പെട്ട നിരവധി ഈ പ്രാണായാമവും നിരവധി ഓക്സിജനൊക്കെ പല പാറ്റേണിൽ എടുക്കുകയും വിടുകയും അങ്ങനെ പല രീതിയിലേക്ക് ഒരേ സ്ട്രക്ചറിലേക്ക് മാത്രം കൊണ്ടുപോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ചേഞ്ച് വരുത്തിക്കൊണ്ട് അവരുടെ ശ്വസനത്തിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടാണ് സത്യത്തിൽ ഇവിടെ ഇന്ന് പറയുന്ന വലിയ മഹാത്മാക്കളൊക്കെ രൂപപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഗുരുവര്യന്മാർ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് ആ വ്യക്തികൾ നിരന്തരം അവരെ ശ്വസനത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു, ശ്വസനത്തെ ചേഞ്ച് ചെയ്യുമായിരുന്നു. പെട്ടെന്നുണ്ടാകുന്ന ഒരു വിഷയം അവർക്ക് ബാധിക്കാത്തതിൻ്റെ കാരണം, അതായത് അവരുടെ ബ്രെയിനിലെ അല്ലെങ്കിൽ നിത്യ ചിന്തകളിൽ നിന്ന് വരുന്ന വികാരങ്ങൾക്ക് അവരെ ശ്വസനത്തെ ബാധിക്കാൻ അവർ അനുവദിച്ചു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവർ വന്ന് കടന്നുകൂടിയാൽ നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ശ്വസനത്തിന്റെ ഇത് കൂടും, ഹാർട്ട് ബീറ്റ് കൂടും, ഈ പ്രവർത്തനം നടക്കും. പക്ഷെ ഇതിനെന്ത് ചെയ്യില്ല. ഇതിന് നമ്മൾ ഒരേ രീതിയിൽ, നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ 30,000 തവണ ഒരു ദിവസം 23,000 തവണ നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു പാറ്റേണാണ്. ഈ പാറ്റേണിന് ചേഞ്ച് വരുത്തിയാൽ ഇത് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ എടുക്കുന്നതാണ്. അതേസമയം നമ്മൾ പ്രാണായാമമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന ശ്വാസമൊക്കെ 1 മിനിറ്റ് കൂടുതൽ എടുക്കില്ലേ?
അപ്പോൾ അതിന് ചേഞ്ച് വരുത്തുകയാണ്. അപ്പോൾ ശ്വസനവുമായി പെട്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുള്ള ഈ ശ്വസനവും ആയിട്ട് അല്ലെങ്കിൽ ശ്വാസത്തിനകത്തേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള അതിൻ്റെ പാറ്റേനെ തിരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്, പണ്ടുകാലം മുതൽ ചെയ്തിട്ടുള്ളത്. കണക്റ്റായും തോന്നുന്നു. അപ്പോൾ ഇനി പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഐഡിയ മനസ്സിലാവും. പ്രാർത്ഥിക്കുന്നവർ ഏറ്റവും കൂടുതൽ സത്യസന്ധമായി ആലോചിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചതിൽ നിങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണോ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കുകയാണോ ചെയ്തിട്ടുള്ളത്? എല്ലാവരും ജസ്റ്റ് ഒന്ന് ആലോചിക്കാനാണ്. ഇതൊരു നമ്മുടെ മൈൻഡ്, നമ്മൾ ചെയ്യുന്ന ക്ലാസ്, അതായത് നമ്മുടെ 10x മൈൻഡ് പവറിൻ്റെ സിലബസിൻ്റെ പ്രാക്ടീസ് സെക്ഷനാണ്. ഇതിൽ യഥാർത്ഥ ലെവലിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ 1ാമത്തെ ചന്ദ്രവട്ടം കഴിഞ്ഞിട്ടാണ്. അതുവരെ ക്ലാസ്സാണ് മെയിനായിട്ടുള്ള വരുന്നത്. പക്ഷെ ഇവിടെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇതിനെ ഇങ്ങനെ കൊണ്ടുപോയാലേ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നമുക്കതിനെ ചെയ്തുകൊണ്ട് ആ പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിനെ ഇങ്ങനെ എടുക്കുക. പ്രാർത്ഥന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം ചിലവാക്കിയിട്ടുള്ളത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് നമുക്ക് കിട്ടിയിട്ടുള്ള ലാഭങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനാണോ നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയം ചിലവാക്കിയിട്ടുള്ളത്, നമുക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളെ നികത്താനാണോ? അല്ലേ? ഓക്കെ, ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചിരിക്കാൻ നല്ലതാണ്. ഞാനിങ്ങനെ സ്ലോയിൽ ക്ലാസ് എടുക്കുന്നതിൽ ആർക്കും മടുപ്പില്ലല്ലോ, കുഴപ്പമില്ലല്ലേ? ഓക്കെ ഓക്കെ, അതായത് പറയുന്നില്ല കാരണം. അപ്പൊ നമ്മളൊന്ന് ഡീപ്പായിട്ട് ചിന്തിക്കുക. ഇവിടെ നമ്മളുടെ ഇന്നലെ വരെയുള്ള നമ്മളുടെ നഷ്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെ ഷെയർ ചെയ്തെങ്കിൽ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ലാഭങ്ങളെ കുറിച്ച് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ജനിച്ച് ഇത്രയും കാലമായിട്ട് നമ്മളെ നഷ്ടങ്ങൾ കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കുറെ കാലമായിട്ട് നമ്മളുടെ നഷ്ടങ്ങൾ മാത്രം കേട്ട് സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവൻ വരുന്നത് എങ്ങോട്ട് പോട്ടെ, ഇനിയിപ്പോൾ കുറേ ദുഃഖങ്ങൾ കേൾക്കണം. ഇനി നമ്മളെ സന്തോഷങ്ങളെ കുറിച്ച് കേൾക്കട്ടെ, നമ്മളെ സന്തോഷങ്ങളെ കുറിച്ച് ഓർക്കട്ടെ. നമ്മളെ ബ്രെയിന്, നമ്മളെ ന്യൂറോൺസിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്മൃതി തലത്തിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിറയ്ക്കേണ്ടതുണ്ട്. അവിടെ നിറച്ചാൽ മാത്രമേ നമ്മളെ ജീവിതത്തിൽ വരുന്ന ഈ 30,000 ചിന്തകളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നഷ്ടങ്ങളായിട്ടുള്ള കാര്യമായിരിക്കും എടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ എവിടെ എന്ത് നിക്ഷേപിക്കുമോ ആ സ്ഥലത്ത് നമ്മളുടെ സ്മൃതി തലത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ അതിനകത്ത് ആ എനർജി അവിടെ ഉണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയില്ല, നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഒരു കല്ലിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലങ്ങളിലോ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന സ്ഥലങ്ങളിലോ അവിടെ അതിൻ്റെ ഊർജ്ജമുണ്ട്. എല്ലാ മനുഷ്യരും വിശ്വാസം അതിലേക്ക് അർപ്പിക്കുന്നുണ്ട്, അവിടെ ഊർജ്ജമുണ്ട്. അതിപ്പോൾ നിസ്കരിക്കുന്ന സ്ഥലത്തായാലും ആ നിസ്കാര ആ പോയിന്റിലേക്ക് അവിടെ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, അവിടെ കിടക്കുന്നതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ നഷ്ടവും ദുഃഖവും കാര്യങ്ങളും എല്ലാം മാത്രമാണ് അവിടെ ഇറക്കി വെച്ചിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നെഗറ്റീവും ദുഃഖവും മാത്രം പറയാനേ കാണൂ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ സ്ഥലം നിങ്ങൾ ശുദ്ധീകരിക്കണം. അത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ അവിടെ ചെന്ന് ദുഃഖം ഇറക്കി വെക്കുന്നു. അത്രമാത്രം ദുഃഖം നമുക്ക് ഇല്ലെന്നേ.
മനസ്സിലായില്ലേ? അത്രമാത്രം ദുഃഖം കേട്ടില്ല. ആയിക്കോട്ടെ. ശുദ്ധീകരണം എന്ന് പറയാൻ എന്നാ ഉദ്ദേശിക്കുന്നത്? വിശുദ്ധിയോ? ശുദ്ധീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ചെന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ് കണങ്ങളാൽ നിറയും. മനസ്സിലായില്ലേ? ഇനി പോസിറ്റീവായിട്ടുള്ള കണങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലേ, അങ്ങനൊരു ശക്തി ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമ്മൾ അവിടെ അങ്ങനൊരു ശക്തി ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ലെങ്കിൽ ആ ശക്തിയാണ് അവിടെ, അതല്ല പറഞ്ഞ. നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കണ്ടിന്യൂ ആയിട്ട് എന്താണോ ചിന്തിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ അതല്ലേ നമുക്ക് ചിന്തിക്കാം. നമുക്ക് വീണ്ടും ചിന്തയ്ക്ക് നമ്മുടെ ന്യൂറോണിൽ വരുള്ളൂ ആ സ്ഥലം കാണുമ്പോൾ. ഇത്രയേ ഉള്ളൂ. ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കുക. ഇല്ലാന്ന് ചോദിച്ചോ, ശക്തി ഇല്ലാത്ത ഒരാളെന്ന് ചോദിച്ചോ, ഒരു സ്ഥലത്ത് നിന്ന് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ നെഗറ്റീവ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നമ്മളെപ്പോഴും നമ്മുടെ ദുഃഖം പറയുന്ന സുഹൃത്തിൻ്റെ അടുത്താണെങ്കിൽ ആ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ദുഃഖം പറയാനേ കാണും അവിടെ. അപ്പോൾ അതെ ആ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാനേ പറ്റൂ. അതേ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുള്ളൂ. നമ്മൾ അതാണ് നമ്മളുടെ, അതായത് നമ്മൾ ഒരാള് സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മളിൽ നിന്ന് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജി തിരിച്ചു കിട്ടുന്നില്ല. കേട്ടില്ല, ആശ്വാസം കേട്ടില്ല. ഇപ്പൊ നമ്മളടുത്ത് ഒരാൾ എപ്പോഴും സങ്കടങ്ങൾ ഒരാൾ നമ്മളടുത്ത് പറയുന്നു, നമ്മളിൽ നിന്ന് തിരിച്ചവർക്ക് പോസിറ്റീവായ ഒരു എനർജി കിട്ടുന്നില്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ അവർ നിരന്തരം നമ്മളോട് സങ്കടങ്ങൾ പറയുന്നത്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നുന്നു പറയാറില്ല ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതെ, അവരെ ഉള്ളിലുള്ള ഒരു 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അവരെ ഉള്ളിലുള്ള ദുഃഖങ്ങളെ തുറന്ന് പറയുമ്പോൾ അവരിൽ തന്നെ ഒരു മറുപടി അവർക്ക് കിട്ടും. മനസ്സിലായല്ലേ? ഒരു മറുപടി അവർക്ക് അതായത് അവരുടെ ബ്രെയിൻ പുറത്തേക്ക് പറയണ സമയത്ത് പറയാൻ വേണ്ടി എന്ത് ചെയ്യണം, അവരെ പ്രശ്നങ്ങളെ അവർ ചിന്തിക്കണം. അതാണ് ഒരു കാര്യം. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന ഇതുമായി കണക്ട് ചെയ്ത് തരാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാലത്ത് നമ്മൾ ഇന്ന് ദുഃഖം പറയുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടില്ലേ നമുക്ക് തോന്നും, അല്ലേ? അതാണ് തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞു പറയുന്നത്, നമ്മൾ ആ ദുഃഖത്തെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യല്ലേ. നമ്മൾ ആ പ്രശ്നത്തെ ഫോളോ അപ്പ് ചെയ്യാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ദുഃഖം ഉള്ളതുപോലെ, ദുഃഖം നിറച്ചിരിക്കുന്നത് പോലെ നമുക്ക് എന്തുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. അത് ദുഃഖം ഷെയർ ചെയ്യുമ്പോൾ ദുഃഖം കുറയുമെന്ന് ചോദിച്ചിട്ട് സന്തോഷം ഷെയർ ചെയ്താൽ സന്തോഷം കുറയുന്നില്ല. മനസ്സിലായില്ലേ? സന്തോഷം ഷെയർ ചെയ്താൽ, നമ്മളിപ്പോ ദുഃഖം ഷെയർ ചെയ്താൽ ആ ദുഃഖത്തിന്റെ അളവ് ഒരുപക്ഷെ കൂടത്തേ ഉള്ളൂ. കാരണം എന്താണ്, അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ദുഃഖം ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ മൈൻഡുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകാൻ. മനസ്സിലായോ? ദുഃഖം ഷെയർ ചെയ്യുന്ന, കണ്ടിന്യൂ ആയിട്ട് ഷെയർ ചെയ്യുന്ന എന്താണ്, കണ്ടിന്യൂ ആയിട്ട് ദുഃഖങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിന് ദുഃഖം തുറന്നു പറയുന്നത് അവർക്ക് വീണ്ടും ദുഃഖങ്ങൾ നിറയ്ക്കാനാണ്. അല്ലെങ്കിൽ ആ ഒരു വിഷയം അവർക്ക് തീർക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൈൻഡ് പവർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദുഃഖങ്ങൾക്ക് പ്രസക്തിയില്ല. ദുഃഖങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഉപബോധ മനസ്സിനകത്തേക്ക് നിറയ്ക്കാതിരിക്കൽ മാത്രമാണ് അതിൽ നിന്ന് അതിജീവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപാധി. സാധാ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ദുഃഖങ്ങൾ കൂടുതൽ എടുക്കും. പക്ഷേ ആ ദുഃഖം എന്ന് പറയുന്നതിനെ ഓരോന്നിനെ നമ്മൾ എടുത്തു വെച്ച് നോക്കുക, അപ്പോൾ മനസ്സിലാവും എന്ത് ലാഭമാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാകും. കണക്ട് ആയോ? അപ്പൊ ഞാൻ പറഞ്ഞെന്നുള്ളത്, നമ്മളെ എന്നും നമ്മളടുത്തൊന്ന് ദുഃഖം പറയാൻ നിന്നാലോ, നമ്മളെ വീട്ടുകാരായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, എന്നും നമ്മൾ ദുഃഖം പറയുന്നല്ലോ. ഇനി ദുഃഖം പറയുന്നതിന് മറ്റൊരു വിഷയമുണ്ട്, അത് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ദുഃഖം കേൾക്കുന്ന നമുക്ക് അതിനുള്ള മാനസിക പവർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിന്റെ കാരണം, ഈ നമ്മളുടെ കഥ പറയണം, നമ്മളടുത്ത് ഒരാൾ വന്ന് അവരുടെ പ്രശ്നം പറയാണ്, ദുഃഖമായിട്ട് പരാതികളുമായിട്ടാണ് പറയുന്നത്. പരാതികളുമായിട്ട് പറയുന്ന സമയത്ത്
ഓട്ടോമാറ്റിക്കലി നമുക്ക്, അതായത് ഇപ്പൊ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, ഇപ്പൊ 2 സ്ത്രീകളെ വിചാരിക്കുക അല്ലെങ്കിൽ 2 പുരുഷന്മാരെ വിചാരിക്കുക, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു പ്രോബ്ലംസ് അവിടെ പങ്കുവയ്ക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും 2 പ്രശ്നങ്ങളെ പങ്കുവെച്ചാലാണ് അവർ സൗഹൃദം പിന്നെ മുന്നോട്ട് പോകണം. പിന്നെ അടുത്ത ദിവസം ഇവർക്ക് പങ്കുവെക്കണമെങ്കിൽ ഫാമിലിക്ക് വേറെ പ്രശ്നം ഉണ്ടാവണം, എന്നാലേ അവർക്ക് പെട്ടെന്ന് വന്നിരുന്ന് സംസാരിക്കാൻ പറ്റൂ. മനസ്സിലായി? അപ്പൊ പിന്നെ അതിന് ചെറിയ മുക്കിലും മൂലയിലുള്ള ചെറിയ കാര്യങ്ങൾ വരെ കണ്ടെത്താൻ ശ്രമിക്കും. ഇങ്ങനൊരു വിഷയം വരും ഇവിടെ. അതാണ് നമ്മൾ ചിന്തിക്കുക. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോഴെന്ന് പറയുന്നത് മഹാമസ്തിഷ്കത്തിനുടമകളാണ് നമ്മൾ. ആ ബോധം നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തുണ്ടാവണം. മനസ്സിലായി? മഹാമസ്തിഷ്കത്തിനുടമകളാണ്, വെറും മസ്തിഷ്കത്തിനല്ല. അപ്പം നമ്മൾ കുറച്ചും കൂടെ പവർ കൂടിയവരാണ്, പവർ കൂട്ടുന്നവരാണ്. ഇപ്പൊ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചിന്തകളുമായി ബന്ധപ്പെട്ടതിൽ നിന്ന് ഒരുപാട് അപ്പുറമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പല ടൈമിലും അല്ലെങ്കിൽ പല രാജ്യത്തും ഒക്കെ ഇരിക്കുന്നവരുള്ളവർ നമ്മൾ ഈ സമയത്ത് ഇവിടെ വന്ന് ഇത്രയും സമയം ഇതിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മനസ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന്റെ പിന്നിൽ നമ്മൾ മഹാമസ്തിഷ്കമുള്ളവരാണ്. എല്ലാ മനുഷ്യരും ഉണ്ട്, അവർക്ക് മസ്തിഷ്കം മാത്രമേ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ, നമ്മളതല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് പ്രാർത്ഥന പോലും ഇനി നമ്മളെ സൃഷ്ടിച്ചെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ദൈവവിശ്വാസികൾ, അല്ലെങ്കിൽ അവരാണ് നമ്മളെ സംരക്ഷിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മളുടെ സന്തോഷം ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ലേ? എടാ, ഈ രീതിയിൽ ഇത്രയും നമ്മളെ സൃഷ്ടിച്ചു ഇവിടെ വിട്ടു, മനസ്സിലല്ലേ? ഇത്രയും കാര്യങ്ങൾ, അവന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും അവന് ഒരു ദിവസം മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും, അവന്റെ ജീവൻ നിലനിർത്താനുള്ള വഴികൾ, അവന് മാക്സിമം ചലിക്കാനുള്ള എല്ലാ സാധനങ്ങളും നിറച്ചിട്ട് പിന്നും വന്ന് ആ ദുഃഖം തന്നെ നമ്മളെ പടച്ചു വിട്ടോണ്ട് കേൾപ്പിക്കേണ്ട വല്ല കാര്യം മഹാമസ്തിഷ്കമുള്ള നമുക്ക് ആവശ്യമുണ്ടാവും. ചിരിച്ചോണ്ടൊക്കെ മെസ്സേജ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രേ ഉള്ളൂ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംരക്ഷിച്ച് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ കേട്ടില്ല. പ്രാർത്ഥനകളിൽ കേട്ടില്ല. ഞാൻ പൊതുവെ വലിയ ദിവസം പ്രാർത്ഥിക്കാത്ത ഒരാളാണ്. പോകുന്നല്ലാതെ അതിപ്പോ സാറ് പറഞ്ഞ മാതിരി നമ്മള് സങ്കടങ്ങൾ പറയാൻ നമ്മള് ഓൾറെഡി നമുക്ക് തന്നിട്ട് നമ്മള് പ്രാർത്ഥനാ സമയം നമ്മൾ നന്ദി പറയാനാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കണ്ട കേട്ടോ. അങ്ങനില്ല ഞാൻ ചോദിക്കുമായിരുന്നു. ആ നന്ദി പറയലുണ്ടല്ലോ, ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞുതരാൻ. നന്ദി പറയാനും നമ്മൾ പ്രത്യേക സമയം ചെലവാക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ എന്താണ്, അവിടെ നിന്ന് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെന്നിരിക്കുമ്പോൾ രാവിലെ പോകുന്നെങ്കിൽ അത് ആസ്വദിക്കാനായിട്ട് പോവുക. മനസ്സിലായി? അതായത് നമ്മൾ ഇതിനകത്ത് തന്നെ മനഃശക്തിയും പ്രാർത്ഥനയും എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ പോയിന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സാധാരണ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു അസുഖമുള്ള ഒരാൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കും? എല്ലാവരും മനസ്സിലൊന്ന് ആലോചിക്കാം. അസുഖമുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അസുഖം മാറണമെന്നാണ്. മനസ്സിലായില്ലേ? അതേസമയം ഇത് പഴയ ബാച്ചുകാർക്ക് അറിയാവുന്നതാണ്, പക്ഷെ ഈ കാര്യം പറയുമ്പോൾ ഇതും കൂടെ അവിടെ കണക്ട് ചെയ്യേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ അസുഖമില്ലാത്ത ഒരാളാണ് എന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് അസുഖം വരരുത് എന്നാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് സാധ്യത കൂടുതൽ. നിങ്ങളെ കൊണ്ട് പറയിക്കേണ്ടതാണ്. എൻ്റെ അസുഖം മാറണേ എന്നും എനിക്ക് അസുഖം വരുത്തരുതേ എന്ന് പറയുന്ന ഈ 2 പ്രാർത്ഥനയും നെഗറ്റീവാണ്. ഇതിൽ റിസൾട്ട് ഒന്നുമില്ല. മനസ്സിലായോ? അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇമാജിനേഷൻ ആൻഡ് ഫീലിങ്സ് ആണ്. അല്ലാതെ ചെയ്യരുത് ചെയ്യണം എന്നൊന്നും പറയുന്ന കാര്യമായിട്ടൊന്നും വലിയ ബന്ധമില്ല.
അതിനിപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ വീണ്ടും അത് സൂചിപ്പിച്ചിട്ട് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒരു ആൾക്കാരെ മുഖമോ കാര്യങ്ങളോ നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, എന്താണ് ചിന്തിക്കരുത്? നിങ്ങളുടെ അമ്മയുടെ മുഖം എന്ത് ചെയ്യരുത്, നിങ്ങളിപ്പോൾ ചിന്തിക്കരുത്. ഇതെല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. നിങ്ങളുടെ അച്ഛൻ്റെ മുഖം നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് മുൻഭാഗം എന്ത് ചെയ്യരുത്, നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ഇന്ന് കഴിച്ചത് ഒരു കരിഞ്ഞ അപ്പം അല്ല. ഞാനിന്ന് കഴിച്ചത് ഒരു കരിഞ്ഞ അപ്പം അല്ല ഇന്ന് കഴിച്ചത്. അപ്പൊ അല്ല എന്നുള്ളതല്ല, നമ്മളൊരു ചിത്രം വീഴുന്ന എന്താണ്, ഒരു കരിഞ്ഞ അപ്പമായിരിക്കും. കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ നല്ല അപ്പമാണ് അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള അപ്പം അല്ല നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നത്. ഇല്ല എന്ന് പറഞ്ഞാലോ ഉണ്ട് എന്ന് പറഞ്ഞാലോ അവിടെ എന്ത് ചിത്രമാണോ കൊടുത്തത് അതാണ് നമ്മളുടെ ബ്രെയിനിലേക്ക് വരിക. അങ്ങനെയെങ്കിൽ ഒരു സാറേ, നമ്മുടെ ഈ യാമപ്രാർത്ഥന ബ്രഹ്മ പ്രാർത്ഥനയില്ലേ, പ്രാർത്ഥനകൾ അത് വെച്ചായിട്ട് എന്നെ ബന്ധം ഇല്ലില്ല. പ്രാർത്ഥനകളായിട്ടോ ആ പ്രാർത്ഥന എന്താണ് എങ്ങനെയാണ് ആ പ്രാർത്ഥന എന്ന് എനിക്കറിയില്ല. ആ മാഷ് അത് വാട്സപ്പിൽ എനിക്ക് നമ്മളെ ഗ്രൂപ്പിനകത്ത് ഇടണം. കാരണം എനിക്ക് ആ പ്രാർത്ഥന അറിയില്ല. പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളുമല്ല. എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് എതിരാണെന്നല്ല, മനസ്സിലല്ലേ? ഞാൻ പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ആളല്ല. എന്നാൽ ഞാൻ കാവില് പോകൂലെന്ന് ചോദിച്ചാൽ ഞാൻ കാവില് പോവാത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അത് തന്നെ. അപ്പൊ അവിടെ എവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം ചെലവാക്കിയാലും അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കണമെന്നാണ് ഞാനിവിടെ പറയുന്നത്. അത് ഓരോ മതങ്ങൾക്കും ഓരോ സംസ്കാരത്തിനും അവരുടേതായ പ്രാർത്ഥനകൾ ഉണ്ടാവും. ഓക്കെ, ഓക്കെ. അപ്പോ ഞാനിവിടെ പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും ഓരോ പ്രാർത്ഥന, ഏത് പ്രാർത്ഥന ആയാലും ശരി, ഇവിടെ വരേണ്ടത് പോസിറ്റീവായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ശ്രദ്ധിച്ചോളണേ. നമ്മളുടെ മനസ്സിൽ സംശയങ്ങളുണ്ടെങ്കിൽ അതിനെ പോയിന്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യത്തെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പകുതിയിൽ കൊണ്ട് നിർത്തിയാൽ അത് ഒരുപാട് പേർക്ക് സംശയവും. അതായത് എൻ്റെ അസുഖം മാറണേ, എൻ്റെ അസുഖം പോണേ, എൻ്റെ അസുഖം കുറയണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണോ അസുഖം, ആ അസുഖത്തിൽ നിന്നുണ്ടായിട്ടുള്ള റിസൾട്ട് എന്താണോ അതാണ് നമ്മൾ ഇമാജിനേഷൻ ചെയ്യുന്നത്. ന്യൂറോണിന് അതിനെ ബൂസ്റ്റ് ചെയ്യാനേ പറ്റൂ. അസുഖമുള്ള ഒരാൾ പറയേണ്ടത് ആ ആളിന്റെ ആവശ്യം എന്താ? സുഖമാണ്, സുഖം. അപ്പൊ എന്ത് ചെയ്യാ, എനിക്ക് സുഖം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ആ സുഖം ഇമാജിനേഷൻ ചെയ്യണം. ഉള്ള അസുഖം എന്താണോ ആ അസുഖം ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എന്തവസ്ഥയാണ് അത് ഇമാജിനേഷൻ ചെയ്യണം. ഈ രണ്ട് മെസ്സേജ് നമ്മളിലേക്ക് കൊടുക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമ്മളെ ബ്രെയിൻ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നത്. നമ്മൾ ബ്രെയിനാണ് ചെയ്തു തരുന്നത്. ഓക്കെ, അസുഖമില്ലാത്ത ഒരാള് എനിക്ക് അസുഖം വരുത്തരുതെന്ന് പറയാനില്ല. ഇപ്പൊ ഓൾറെഡി സുഖം ഉണ്ടല്ലോ, ഈ സുഖം അങ്ങ് നിലനിർത്തിയാൽ പോരെ. അവിടെ ആ ആളും കൊണ്ട് അസുഖം അടിയും, എനിക്ക് അസുഖമൊന്നും വരല്ലേ എന്ന് പറയും. അപ്പൊ ഈ രണ്ട് പ്രാർത്ഥനയും നമുക്കുണ്ടാക്കുന്ന ശ്വസനത്തിനും വ്യത്യാസം ഉണ്ടാകും. സബ് കോൺഷ്യസ് മൈൻഡ്, ഇമാജിനേഷൻ ആൻഡ് ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മളതൊരു വെറും വികാരങ്ങളുടെ സഹായത്തോടെയും ചിത്രങ്ങളുടെ രൂപത്തിലുമാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജിൽ നമുക്ക് എന്ത് ചെയ്യണത്, നമ്മളെ ഉപബോധ മനസ്സിനകത്തേക്ക് അങ്ങ് നിറയ്ക്കുന്നത് എന്ന രണ്ട് നിസാരമായ വാക്കുകളായിട്ടല്ല അതിനെ കാണാം. എന്താണ് ഫീലിങ്സ്? സുഖം ആഗ്രഹിക്കുമ്പോൾ തന്നെ സുഖം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളിന് സുഖം ഫീൽ ചെയ്യാൻ പറ്റണം. സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റണം.
സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ തലച്ചോർ ഉപബോധ മനസ്സിനെ അറിയാവൂ ഇതാണ് ഇവൻ പറയുന്ന സുഖം എന്ന്. അല്ല തലച്ചോറിനെ അറിയില്ല. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത അതാണ്. നമ്മളെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ദുഃഖത്തിനകത്തൂടെയാണ്, അല്ലെങ്കിൽ ദുഃഖം എന്ന് ഉണ്ടാകുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഒക്കെയാണ് വീണ്ടും ആ നമ്മളെ ബ്രെയിനിലേക്ക് നമ്മൾ നിറച്ചു കൊടുക്കുന്നത്. അതിനെ സന്തോഷം കാണാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ഫേസിന്റെ എല്ലാ മസിൽസുകളും ദുഃഖമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഫീലിങ്സ് കാണിച്ചു കൊടുക്കും. സന്തോഷം എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ചിരിക്കാൻ പോലുമില്ല. എത്ര ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു ദുഃഖം എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ അസ്ഥികളും എല്ലാം നമ്മുടെ നടുവൊക്കെ ഒന്ന് വളഞ്ഞ് കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കും നമ്മളെ ഉപബോധ മനസ്സിന്. ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥയെന്ന്. സന്തോഷം ചെയ്യുന്നതിന് പറയും. എന്നാൽ സന്തോഷം ഉണ്ടാകുമ്പോഴോ അതനുസരിച്ച് നമ്മളുടെ മസില്, നമ്മളുടെ ബോഡി, നമ്മളുടെ മൈൻഡ്, നമ്മുടെ പുഞ്ചിരി ഇത് നിറച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്രത്യേകം പോയിരുന്ന ആവശ്യങ്ങളൊന്നും പറയണ്ട. ഈ സംഭവം കൊടുത്താൽ മതി. അതാണ് മഹാമസ്തിഷ്കത്തിന്റെ പ്രത്യേകത. ഇത് അവരവർ ചെയ്യാനുള്ളതാണ്, ഓരോരുത്തരും ചെയ്യാനുള്ളതാണ്. മനസ്സിലായില്ലേ? അത് നാടകീയതയാണോ അല്ലേ എന്നൊന്നുമില്ല. സന്തോഷം നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. പക്ഷെ അല്ലാതെ സന്തോഷമില്ലാതെ നമുക്ക് സന്തോഷമുണ്ട് എന്നാണ്. സന്തോഷമുള്ള നിമിഷങ്ങളെ നമ്മളുടെ ഓർമ്മയിലേക്ക് സൂക്ഷിച്ചു വയ്ക്കണം. സന്തോഷമുള്ള നിമിഷങ്ങൾ. അതുകൊണ്ട് അപ്പം എന്ത് ചെയ്യാം? ഇന്നു മുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി നമ്മളെ ദുഃഖത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിന് ഫീൽ ചെയ്യാനോ വേണ്ട. നമുക്ക് ദുഃഖം ഉണ്ടാകുന്നെങ്കിൽ മനസ്സിലാക്കുക, നമുക്ക് ആ ദുഃഖം ഉണ്ടാകുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു കഷ്ടപ്പാടോ കാര്യങ്ങളോ ഉണ്ടാകുന്നെങ്കിൽ അത് പുതിയ ഒരു വിജയത്തിനാണ്, പുതിയ ഒരു പഠനത്തിനാണെന്ന് മാത്രം ചിന്തിക്കുക. അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ എടുക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ. കാരണം നമ്മൾ ജനിച്ച് ഇവിടെ വരുന്നതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിലും ഒരു കഷ്ടപ്പാടുണ്ട്. ഇതൊരു കഷ്ടപ്പാട് മാത്രമാണ്, ദുഃഖമില്ല. കാരണം അത് അതിജീവിക്കാനുള്ളൊരു കഷ്ടപ്പാടാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 എത്തിയവൻ 10ാം ക്ലാസ്സിലെ എക്സാം അത്രയും കാലം അവനത് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. അതൊരു കഷ്ടപ്പാടാണ്, ദുഃഖമല്ല. അത് ദുഃഖമൊന്നും കാണരുത്. അത് അടുത്ത നിമിഷത്തിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പല ജീവിതത്തിലെ പല കാര്യങ്ങളെയും നമ്മൾ അതിനെയാണ് ദുഃഖമെന്ന് തോന്നുകൊണ്ട് നടക്കാറുള്ളത്. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതോ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഓരോ നമുക്കുണ്ടായിട്ടുള്ള ഈ കഷ്ടപ്പാടിനെ, മനസ്സിലല്ലേ, കുറച്ച് കഷ്ടം നിറഞ്ഞ അല്ലെങ്കിൽ കുറച്ചും കൂടെ കഠിനമായിട്ടുള്ള, ഇന്നലെ വരെ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടെ കഠിനമായിട്ടുള്ള ടാസ്ക് നമുക്ക് എപ്പോഴൊക്കെ ഉണ്ടാകുന്നോ അപ്പോഴും നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള സ്റ്റെപ്പാണ്. അതല്ലാതില്ല. അവിടെ എക്സാമിന്റെ കാര്യം തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മളെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പലതും നമ്മുടെ ഓപ്പർച്യൂണിറ്റിയുടെ വാതിലുകളാണ്. ആ പ്രോബ്ലംസ് എന്ന് വിചാരിച്ച അതിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള ആൾക്കാർ മാത്രമേ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, അടുത്ത അവരുടെ സ്റ്റെപ്പിലോട്ട് അവൻ ഉയർന്നിട്ടുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യത്തിനും കൂടി നമ്മളിപ്പോൾ ഇത് നമ്മുടെ പഠനത്തിന് വേണ്ടിയുള്ള ഒരു എനർജിയാണ്. എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇതൊക്കെ നമുക്ക് അടുത്ത സ്ഥലങ്ങളിൽ നമുക്കത് ഉപയോഗം ചെയ്യും. അപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറുക എന്നുള്ളതാണ്. ഇത്രയും ഞാനിത് പറയുമ്പോൾ എനിക്കുണ്ടാകുന്നത് നമുക്കാർക്കും ദുഃഖം ഉണ്ടാകാതിരിക്കില്ല, വിഷമം ഉണ്ടാവാതിരിക്കില്ല, കഷ്ടപ്പാടുകൾ ഉണ്ടാകാതിരിക്കില്ല. പക്ഷെ അതിനെ നിലനിർത്തിയത് കൊണ്ട് എന്ത് ലാഭമാണെന്നും കൂടി നമ്മൾ ചിന്തിക്കുക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുക്കാൻ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാൻ, അല്ലെങ്കിൽ അതൊരു മെസ്സേജാണ്. നമ്മുടെ ജീവിതത്തിലെ ചില മെസ്സേജുകളാണ്. നമുക്ക് അതിനെ ഒന്ന് നോക്കിക്കാണാത്തതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ വിഷയം, അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയുടെ വിഷയം. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ പ്രപഞ്ചവുമായിട്ടാണ് നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണക്ഷൻ പ്രപഞ്ചമായിട്ട് തന്നെയാണ്.
പ്രപഞ്ചം തീരുമാനിക്കാതെ, നക്ഷത്രങ്ങൾ തീരുമാനിക്കാതെ, സൂര്യൻ വിചാരിക്കാതെ നമുക്കിവിടെ ഒരു നിമിഷം പോലും നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ നിത്യജീവിതത്തിൽ ചുറ്റുപാടിലുള്ള ജീവിതത്തിൽ ചില ആൾക്കാർ വരും, ചില ആൾക്കാർ പോകും. ഒരു ബസ്സിൽ നമ്മൾ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കണക്കാണ്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട്, നമ്മളെ ലക്ഷ്യസ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ അതിലേക്ക് കയറുമ്പോൾ ഒരുപാട് പേര് വരും, ഒരുപാട് പേര് അതിനിടയ്ക്ക് പോകും. അത് അവരവരുടെ സ്റ്റോപ്പുകളിൽ അവർ പോകും. അതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും, പല കാര്യങ്ങളും അവരത് വാങ്ങിയിട്ടുണ്ടാവും, പല സൗഹൃദങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഘടകങ്ങളും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, സ്ഥലം അറിഞ്ഞത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, വിഷയങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവസാനം നമ്മളും നമ്മളെ ലക്ഷ്യസ്ഥലത്തെത്തുമ്പോൾ നമ്മളും ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് അടുത്ത റൂട്ടിലേക്ക് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരിക്കും ആ ട്രെയിനിൽ ഇരിക്കുന്നത്. കാരണം അവരുടെ ലക്ഷ്യം വേറെ സ്ഥലത്തേക്കാണ്, നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മളും ഇറങ്ങും. ഇങ്ങനെ കടന്നു പോകുന്നതാണ് മനുഷ്യബന്ധങ്ങളിലുള്ള എല്ലാം. ഇത് എത്രമാത്രം അകന്ന് സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം, സബ് കോൺഷ്യസ് മൈൻഡിന് എന്തില്ല, സമയമോ സ്ഥലമോ പ്രശ്നമല്ല. സമയവും സ്ഥലവും എന്നാണ് സ്ഥലകാല ബോധം എന്നൊക്കെ പറയുന്നത്. ഇത് സബ് കോൺഷ്യസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം സ്പാർക്ക് ചെയ്ത് പോയവർ പോലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര ദൂരം നിന്നാലും ശരി, നമ്മൾ അറിഞ്ഞോ അറിയാതെ പലരെയും നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. നമ്മളുടെ ചിന്ത ചിലപ്പോൾ അവർക്ക് പോസിറ്റീവായിട്ടോ ലഭിച്ചിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിട്ട് അവരെ വിഷമിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് പോയിരിക്കാം. എന്നാലും നമ്മളുടെ മനസ്സിൽ നിന്നവർ പോവില്ല. അപ്പൊ ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ള ഓരോരുത്തരും അവരവരുടെ സ്റ്റോപ്പിൽ വഴി ഇറങ്ങിപ്പോയി എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളുടെ ഈ മഹാമസ്തിഷ്കത്തിന്റെ കഴിവുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ അത്രമാത്രം വലിയൊരു സംഭാവന നമുക്ക് കൊടുക്കാൻ പറ്റണം. വലിയൊരു സംഭാവന കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മളുടേതായ ഒരു സിഗ്നേച്ചർ നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും, നമ്മളുടെ ജീവിതത്തിലെ അവസാനത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് പോകുമ്പോഴും നമ്മളുടേതായ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുക്കാൻ പറ്റണം. അതായിരിക്കണം പ്രപഞ്ചം ഉദ്ദേശിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബാക്കി വയ്ക്കുന്ന ഒരു കാര്യമെന്നാണ് നമുക്ക് അത് നമ്മുടെ ഈ 10x മൈൻഡ് പവറിൽ നമ്മൾ, അതായത് നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവണം. ഒരു വൃക്ഷത്തിൽ ഒരു മരത്തിൽ നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ റൂട്ട്സ് അത്രമാത്രം ആഴത്തിൽ ആ വൃക്ഷത്തെ പിടിച്ചു നിർത്തുന്നതുമായിരിക്കണം. അതിൻ്റെ ജലം തേടി പോകുന്ന വേരുകളുമായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല ഫ്രൂട്ട്സ് ആ വൃക്ഷത്തിലുണ്ടാവൂ. അതേസമയം അത് നമ്മളുടെ വേരുകളെ താഴേക്ക് കടത്തിവിടാൻ, ജലമുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ചെറിയ കാറ്റിലോ മഴയിലോ നമ്മൾ വേര് പിഴുത് വീഴാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഒത്തിരി കുട്ടികൾ നമ്മളെന്ന് പറയുന്ന വൃക്ഷത്തിനകത്ത് കയറി കളിക്കാം, മധുരമുള്ള പഴങ്ങൾ പറിച്ചു തിന്നാം, ദൂരെ നിന്നുകൊണ്ട് എറിഞ്ഞിടാം, അങ്ങനെ നിരവധി കാര്യങ്ങൾ നടക്കും. പക്ഷെ അത് നമ്മളുടെ അവസാനം വരെ മധുരമുള്ള പഴങ്ങൾ കൊടുക്കണമെങ്കിൽ നമ്മളുടെ ചിന്ത എങ്ങോട്ട് പോവുക? വേരിലേക്ക്. ഗുരുത്വാകർഷണം വേരിലേക്കാണെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ പോകുന്നത്, ഗുരുത്വാകർഷണം നമ്മുടെ വേരുകൾ ജലത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളുടെ ശിഖരങ്ങൾ പോകുന്നത് വെളിച്ചത്തിലേക്കാണ് പോകാൻ. അതുകൊണ്ടാണ് നമ്മളെ ഫോട്ടോട്രോപ്പിസം അല്ലേ, ഫോട്ടോട്രോപ്പിസവും ഹൈഡ്രോട്രോപ്പിസം അല്ലേ, അങ്ങനെയല്ലേ? അതായത് ഒരു വൃക്ഷം നടുമ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ എപ്പോഴും
പ്രകാശമുള്ള ഭാഗത്തേക്കും വേരുകൾ എപ്പോഴും ജലവും അതിന് നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപനമായിട്ടുള്ള രീതികളിലേക്കാണ് ആ വേര് പോവുക. ഇത് തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിക്ക്, മനുഷ്യനെന്ന ജീവിക്ക് വേണ്ടത്. അവിടെ എന്തും വരാം. അപ്പോൾ ഇവിടെ ശ്വസനവും പ്രാർത്ഥനയും വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്തതിൻ്റെ ഒരു കാര്യവും ഇത് തന്നെയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് അവൻ അവനോട് ആഗ്രഹം പറയുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിന് ചില വ്യക്തികൾ അവർക്ക് അത് കേൾക്കാൻ ഒരാളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പറയാൻ പറ്റൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? പലതിനും വരില്ല. അവനോട് തന്നെ ആവശ്യപ്പെടുന്നതാണ് പ്രാർത്ഥന. ഞാൻ എന്നോട് തന്നെ ആവശ്യപ്പെടുന്നതാണ് പ്രാർത്ഥന. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തലാണ് ആ പ്രാർത്ഥന. അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ ദൈവമുണ്ട് എന്ന് സങ്കല്പിക്കുന്നവരും നമ്മളെ ഉള്ളിലോട് പറഞ്ഞാൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവരും, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നിരിക്കുമ്പോൾ ഇത് ഞാൻ എന്താണ് തത്വമസി എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ എന്താണ് നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറയുന്നതും എല്ലാം നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ, നല്ലതായിക്കോട്ടെ മോശപ്പെട്ടതായിക്കോട്ടെ, നമ്മളോട് എന്താണോ പറയുന്നത് അതായിരിക്കും നടക്കുക. ഇന്നലകളുടെ നമ്മുടെ ചിന്തയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്ന എല്ലാ മേഖലകളിലും വ്യാപിച്ച് നിൽക്കുന്നത് ഇന്നലെ വരെയുള്ള നമ്മുടെ ചിന്തകളാണ്. അത് എത്രമാത്രം നമ്മൾ ഡെവലപ്പായി നിൽക്കുന്നോ അത്രമാത്രം നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന എന്താണ് സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അവസ്ഥകളെ, നമ്മളിതിൽ പഠിച്ചു വരുന്ന കോസ്മിക് തത്വങ്ങളെയൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കണക്ട് ചെയ്താണ് നമ്മൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. നാളെ എന്താകണമെന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ചിന്തകളാണ്. നാളെ എന്താകണം എന്നുള്ളത് നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മളുടെ യഥാർത്ഥ എനർജിയും യഥാർത്ഥ കീയും. അതിലേക്ക് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് അവനോട് സംസാരിക്കുന്നത് തന്നെയാണ് പ്രാർത്ഥന. അത് നമ്മൾ ഏതെങ്കിലും കല്ലിനോടോ മണ്ണിനോടോ പ്രതിമയോടോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥായിയോടോ എല്ലാം പറയുമ്പോഴും അവിടെ യഥാർത്ഥത്തിൽ നടക്കുക എന്ന് പറയുന്നത് നമ്മളോട് തന്നെ മന്ത്രിക്കുന്നതാണ്. അതെത്രമാത്രം വിശാലമായതാണ്. നമ്മൾ ദൈവമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവം ഞാനാണ്, എന്നിലുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഞാനാണ് ദൈവം. അത് പറയാം, അത് അഹങ്കാരം എന്ന് പറയും. അങ്ങനെ പറഞ്ഞൂടാ, ദൈവം എന്ന് പറഞ്ഞൂടാ. നമ്മൾ ദൈവത്തിൻ്റെ അത്രയും ആയിട്ടില്ല. നമ്മളങ്ങനെ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അത് അഹങ്കാരം. ഞാൻ പല ആംഗിളിൽ പറയുന്നതാണ്. ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്, മറ്റൊരു രീതിയിൽ ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ അത്രയും നമ്മൾ പറഞ്ഞില്ല, അത് അഹങ്കാരമാണ്. ദൈവമാണെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ളത് മറ്റൊന്ന് കൊടുക്കണം, വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊടുക്കാതിരിക്കണം. എനിക്കില്ല എന്ന് പറയാനാണ്. കരുണവാനാവണം. മറ്റുള്ളവന്റെ കഷ്ടപ്പാടുകൾ നമ്മൾ അറിയേണ്ടി വരും. നമ്മൾ ദൈവമായ മനസ്സിലായില്ല, അഹങ്കാരമൊന്നും അല്ല. അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ ആയാൽ അദ്ദേഹത്തിന്റെ ജോലി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരും, നമ്മളത് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്നതാണ്. അല്ലാതെ ദൈവത്തിനോടുള്ള ധിക്കാരമല്ല ഞാനും ദൈവമാണെന്ന് പറയുന്നത്. എനിക്ക് എങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ആ ദൈവത്തെ കുറിച്ച് മനുഷ്യന്റെ കൺസെപ്റ്റ് എന്താണോ അതെനിക്ക് ആവാൻ പറ്റണം. എങ്ങനെയെങ്കിലും ഉള്ളത് കൊടുക്കാൻ പറ്റണം. നമ്മൾ അദ്ദേഹം ഉണ്ടോ ഉറങ്ങിയോ നിലനിൽക്കൊന്നും നോക്കില്ല. കാരണം ഇന്ത്യയിലെ ഭൂമിയിൽ മൊത്തവും എല്ലാ സ്ഥലത്തും മനുഷ്യനും ഉണ്ട്. രാത്രിയും പകലും എല്ലാം. ഇവിടെ രാത്രിയാകുമ്പോൾ പല സ്ഥലങ്ങളിലും പകലാണ്, സമയം അറിയാമല്ലോ. ഇതെല്ലാം കൂടെ ഉണർന്നിരുന്ന് ദൈവത്തിനെ വിളിച്ചു കൊടുത്താൽ ഇദ്ദേഹത്തിന് ഉറക്കമില്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആഹാരം കിട്ടുന്നതെന്ന് അറിയില്ല. ഞാനിത് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരനാക്കാം, നമ്മൾ നല്ലൊരു ചങ്ങാതിയാക്കാം.
നല്ലൊരു രക്ഷകനാക്കാം, നല്ലൊരു അച്ഛനാക്കാം, നല്ലൊരു അമ്മയാക്കാം, നല്ലൊരു ഗുരുവാക്കാം. താതി താതൻ തച്ചൻ എന്ന് കേട്ടിട്ടുണ്ടോ? മാതാപിതാ ഗുരു എന്നാണ്. ഇത് മൂന്നിലും അടങ്ങിയിരിക്കുന്നതാണ് ദൈവചൈതന്യം എന്ന് പറയുന്ന വിഭാഗക്കാരും ഉണ്ട്. താതി താതൻ തച്ചൻ. അപ്പൊ ഇത് ഞാനിത് പറയുന്നുള്ളത്, ഏത് എങ്ങനെ വിശ്വസിച്ചാലും ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും അവനവന്റെ സ്വപ്നങ്ങളെ അവനവനായിട്ട് എല്ലാ മനുഷ്യനും പങ്കുവയ്ക്കാറുണ്ട്. അത് പോസിറ്റീവായിരിക്കും. അത് നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ചായിരിക്കരുത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും പ്രാർത്ഥിക്കുന്ന സമയത്തും നമ്മുടെ ശ്വസനത്തെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശ്വസനത്തിന്റെ പാറ്റേൺ നിരന്തരം, ഇത് ഇവിടെ നമ്മൾ ഒന്നാമത്തെ ചന്ദ്രവട്ടം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത് പ്രാക്ടീസ് സെക്ഷനാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഫ്രീ ആയിരിക്കുമ്പോൾ, അതായത് ഒരു ദിവസം കുറഞ്ഞത് 21 തവണയെങ്കിലും ദീർഘശ്വാസം എടുക്കാൻ ശ്രമിക്കുക. ദീർഘമായിട്ട് ശ്വാസം എടുത്ത് തിരിച്ചു വിടുക. 21 തവണയെങ്കിലും എടുക്കുക. ഇതിന്റെ പ്രാക്ടീസ് വരും. ഇപ്പം ഈ ബാച്ചിന് നമ്മുടെ കഴിഞ്ഞ ബാച്ചിന് ഇപ്പം നാളെ മറ്റന്നാൾ പോലെയൊക്കെ തുടങ്ങും. അപ്പോൾ അത് ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ളത് 21 തവണ, കുറഞ്ഞത് ഒരു 21 തവണ ദീർഘശ്വാസം എടുക്കാൻ വിടുക. അതിനുശേഷം നിങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ എൻജോയ് ചെയ്തിരിക്കുമ്പോൾ ശ്വസനത്തിന് എന്ത് ചെയ്യുക, അതിന്റെ പാറ്റേൺ ചേഞ്ച് വരുത്തുക. ശ്വസനത്തിന് പാറ്റേൺ ചേഞ്ച് വരുന്ന പറഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മൾ പല രീതിയിൽ ദീർഘമായി വലിക്കുക, കുറച്ച് വിടുക, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പയ്യെ എടുക്കുക, പയ്യെ വിടുക, ഇങ്ങനെ ചേഞ്ച് വരുത്തണം, വ്യത്യാസം വരുത്തണം. ഇതിന് ഈ പാറ്റേൺ, നിലവിലുള്ള പാറ്റേൺ നമ്മളെ മൈൻഡ്, നമ്മളെ മനോഭാവവുമായി സെറ്റ് ചെയ്താണ് നമ്മുടെ ശ്വസനം ഇപ്പോൾ നിൽക്കുന്നത്. അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരുത്തി കൊടുക്കുക. ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് മുന്നോട്ട് ചിന്തിക്കുന്നതിന്, മുന്നോട്ട് പ്രവർത്തിക്കുന്നതിന് നമ്മുടെ ശ്വസനവും കൂടി നമ്മളെ കൂടെ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ പലതായിരിക്കും. നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തതിൻ്റെ പിന്നിൽ ഈ ശ്വസനത്തിനും പങ്കുണ്ട്. അപ്പോൾ ഇനി 1 മണിക്കൂറും 6 മിനിറ്റുമായി, അല്ലെങ്കിൽ 1 മണിക്കൂറായി. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായോ ഇല്ലേ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇത് ബാക്കി നമുക്ക് ഇതിനകത്തുനിന്ന് ചർച്ചയോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങളോ ഒക്കെ തന്നെ പറയാം. കാരണം ഇത് നമ്മുടെ ക്ലാസിൻ്റെ വശമല്ല, ഇതിൻ്റെ പുറത്തുള്ള എനർജിക്കലായിട്ടുള്ള ഒരു വശം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ക്ലാസ്സുമായി കൂട്ടി ചേർക്കല്ല, എന്നാൽ ക്ലാസ്സിന് എനർജി ഉണ്ടാകുന്നതിന് വേണ്ടി, മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ ക്ലാസ് നമ്മൾ വെച്ചിരിക്കുന്നത്. പറയൂ സാർ. ഇപ്പം നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് നമുക്ക് ജീവിതത്തിൽ നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ അവസാന സാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ തന്നെയാണ് ദൈവം എന്ന് നമ്മൾ കരുതുക എന്നുള്ളത്. അത് ഞാനിപ്പോ മനസ്സിലാക്കി. ഞാൻ കരുതുക എന്നില്ലേ, കരുതുക എന്നില്ല, ഞാൻ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയും ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് പറയാം. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം അത്രയും ദൈവം എങ്ങനെ നമ്മളോട് പെരുമാറുന്നു, നമ്മൾക്ക് ദൈവത്തിന് കരുണ, ദയം, സ്നേഹം, സംരക്ഷണം ഒക്കെ ആഗ്രഹിക്കുന്നില്ല. അത് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണമല്ലോ. അത്രയും നമ്മളൊരു ഹൈയിലാവുമ്പോഴല്ലേ നമുക്ക് നമ്മള് ദൈവമാവുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ നമ്മൾ എത്തണമെങ്കിലേ നമ്മൾ കോപിക്കുന്നു, ദേഷിക്കുന്നു, അസൂയപ്പെടുന്നു, ഇങ്ങനെയൊക്കെ മറ്റുള്ളവരോട് ചെയ്യാതെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള എനർജി എപ്പോഴും നിറച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും സന്തോഷവാനായി ഏറ്റവും നല്ലതായി മാറുമ്പോഴല്ലേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ എത്തണം എന്നല്ലേ അതിന്റെ അർത്ഥം സാർ ഉദ്ദേശിച്ചത്? അത്രയും വലിയൊരു എത്തൽ വേണ്ട. അതായത് അതിന്റെ കാരണം അതല്ല അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞല്ലേ ഞാനത് പറഞ്ഞ ഒരു വശം മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ ഫ്രീ ആയി പോകാൻ ഒരു മനുഷ്യന് പറ്റില്ല. അങ്ങനെ ഫ്രീ ആയി പോകണമെങ്കിൽ അവന്റെ എല്ലാ വികാരങ്ങളെയും കെട്ടിയിട്ട് അവൻ വേറൊരു അവസ്ഥയിലൂടെ ജീവിക്കേണ്ടി വരും. അതൊരു നല്ലൊരു ജീവിതമായിരിക്കില്ല. കാരണം മറ്റൊരു കാര്യം എന്താണ്, ഏത് ദൈവങ്ങളാ പ്രശ്നം ഉണ്ടാക്കാത്ത? അല്ല, ഏത് ദൈവസങ്കല്പങ്ങളിലാ യുദ്ധവും കാര്യങ്ങളും ഓട്ടവും ചാട്ടവും പ്രശ്നങ്ങളും ഇല്ലാത്ത? അതല്ലേ പറഞ്ഞത്, നമ്മൾ അതല്ല ഉദ്ദേശിക്കാൻ. അല്ലെങ്കിൽ പ്രകൃതിയിൽ കൃത്യമായിട്ട് ചലനങ്ങൾക്കൊപ്പം ഭൂകമ്പങ്ങൾ നടക്കുന്നില്ലേ?
മനസ്സിലായി? അത് പറഞ്ഞു വെച്ചപ്പോൾ നിങ്ങൾ, അതായത് നമ്മൾ ദൈവങ്ങളാകാൻ വേണ്ടി അത്രയും ഒരു ആരോടും ദേഷ്യം ഉണ്ടാവാതെയൊക്കെ പോകുക എന്ന് പറയുന്നത് മനുഷ്യന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങളല്ല. അതിൻ്റെ ഒരു വശം മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതായത് ദൈവം നമ്മളെന്ന് പറയുമ്പോഴും അത്രയും വിശാലമായ മനസ്സുണ്ടാവണമെന്ന് മാത്രമാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? പ്രപഞ്ച ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞില്ല, പൊട്ടിത്തെറി പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. പല കാരണങ്ങളാണ്. മനുഷ്യൻ പുഴകൾ നികത്തി ഉണ്ടായിരിക്കാം, ഈ ഉരുൾപൊട്ടൽ പോലുള്ള അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ഇടിച്ചു താഴ്ത്തുണ്ടായിരിക്കാം, മണ്ണൊലിപ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, വെള്ളം കയറുന്നത്. ഇപ്പൊ സുനാമി മനുഷ്യൻ നിർമ്മിച്ചതല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം പല രീതിയിലുള്ള പൊട്ടിത്തെറികളും കാര്യങ്ങളും എല്ലാം തന്നെ പ്രപഞ്ചത്തിൽ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? അവര് ഇപ്പോഴും നിലനിൽക്കുന്നത് കൃത്യത ഉള്ളതുകൊണ്ടാണ്. കൃത്യയിൽ നിന്ന് ഏത് പൊട്ടിത്തെറിയും അവരുടെ കൃത്യതയെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പൊട്ടിത്തെറികളൊക്കെ പലതും ഉണ്ടാകാം. പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന നമ്മളുടെ പ്ലാനിലുള്ള ആ കൃത്യത എന്ത് ചെയ്യുക? നശിപ്പിക്കരുത്. അതില് ആ കൃത്യത ഇല്ലാതാക്കി നമ്മളിരുന്ന് വിഷമിച്ചിരിക്കരുത്, അല്ലെങ്കിൽ ആ വേദനയ്ക്കകത്ത് ഒതുങ്ങിപ്പോകരുത്. ഇത്രയും മാത്രമാണ് എനിക്ക് അതിനകത്ത് പറഞ്ഞത്. ഞാനത് ആ ഒരു വാക്ക് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഏത് രീതിയിലും മനുഷ്യന് ചിന്തിക്കാം, പക്ഷേ എവിടെയും വേണ്ടത് പോസിറ്റീവാണ് എന്ന് മാത്രമാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിന്ദു ടീച്ചർ, കൃത്യത എന്ന് പറയുമ്പോൾ കൃത്യത എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചില്ലേ? അപ്പൊ ആ കൃത്യതയിൽ ഇപ്പൊ നമ്മൾ അത് നേരത്തെ തന്നെ സംശയമായിരുന്നേ. നമുക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തീവ്രമായ ദുഃഖം അനുഭവപ്പെടും. അത് നമ്മളെ കുറെ കാലങ്ങളോളം നമ്മളത് കൊണ്ടു നടന്നു കഴിഞ്ഞാലും കാലക്രമേണ അന്ന് നമ്മൾ അനുഭവിച്ച ആ നിമിഷത്തിലെ തീവ്രമായ ദുഃഖം നമുക്കത് പിന്നീട് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. അത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് പാകപ്പെടുന്നത്? അതായത് നമ്മൾ നേരത്തെ വിഷമിച്ചിരുന്നത് അതിൽ നിന്ന് മാറുന്നു പറഞ്ഞ കാര്യമില്ലേ? അതെ, നമ്മൾ കാലക്രമേണ ആ തീവ്രത നമ്മുടെ മനസ്സിൽ കുറഞ്ഞു വരുന്നു. അത് നമ്മുടെ മനസ്സിൽ മൈക്ക് ഓഫായി. അപ്പൊ അതെങ്ങനെ നമ്മൾ പാകപ്പെടുന്നത്? എന്റെ ജീവിതത്തിൽ ഭയങ്കര ഷോക്കിങ്ങായൊരു അനുഭവം ഉണ്ടായി. അത് കുറെ കാലം ഭയങ്കര തീവ്രമായിട്ട് ഉണ്ടായിട്ട് ഇപ്പൊ അത് വർഷങ്ങൾക്ക് ശേഷം അതെനിക്കത് കുറഞ്ഞു വന്നു. എന്റെ സങ്കടങ്ങൾ എനിക്ക് കുറഞ്ഞു വന്നു. അപ്പൊ ആദ്യകാലത്ത് നമുക്കത് താങ്ങാൻ പറ്റാത്ത ഒന്നായിരുന്നു. അതിപ്പോ അത് കുറെ നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളിൽ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റാതെ അങ്ങനെയാണ് ഞാൻ കരുതുന്നു. അങ്ങനെയാണ്, അത് തന്നെയാണ്. അതായത് നമുക്ക് അതിനെ ഓർമ്മിച്ചിരിക്കാൻ സമയമില്ലാത്തൊരു, അതായത് തിരക്കുള്ള തേനീച്ചയ്ക്ക് സങ്കടപ്പെടാൻ നേരമില്ലെന്നാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ആ പാറ്റേണിൽ നിന്ന് മാറി. മറ്റൊരു കാര്യം എന്താണ്? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു കാര്യവും നമ്മളിപ്പോൾ അനുഭവിച്ചെന്ന് വെച്ചോ, അത് ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പോകും. നമ്മുടെ രജിസ്ട്രേഷന്റെ പവറാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രമാണ് അത് ഒരുപാട് കാലം നിൽക്കുന്നത്. അത് എത്രമാത്രം നമ്മൾ കൂടെ എടുത്ത് ആ പ്രശ്നങ്ങളെ എല്ലാത്തിനെയും വീണ്ടും പെയിന്റ് ചെയ്ത് ആ കളറൊക്കെ വെച്ച് നമ്മൾ അതിനകത്ത് ആളിയത് കൊടുത്താൽ അത് വീണ്ടും ആ പ്രശ്നങ്ങളിൽ ഇത് തിളങ്ങിക്കൊണ്ടിരിക്കും. നമ്മളതിനെ അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞ പ്രാർത്ഥനയിൽ പറഞ്ഞൊരു കാര്യം. നമ്മൾ ചെന്നിരുന്ന് നമ്മുടെ ദുഃഖങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിച്ച് പറയാൻ തുടങ്ങുമ്പോൾ നമ്മളെ ദുഃഖങ്ങൾ എടുത്തിട്ട് ആ ദുഃഖങ്ങൾക്ക് നമ്മൾ വീണ്ടും സൗന്ദര്യങ്ങൾ കൊടുത്ത് നമ്മളെ മൈൻഡിനകത്തേക്ക് വെക്കുകയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. തുടക്കം പറഞ്ഞ ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതങ്ങനെ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയി. നമ്മൾ ഇന്ന് നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് ഓരോ നിമിഷവും സന്തോഷമുണ്ട്. അത് കാണാനുള്ള കാരണം എന്താണ്? സന്തോഷങ്ങൾ ആഗ്രഹിച്ചാൽ അത് പരിധിയില്ലാതെ അങ്ങ് ചിന്തിക്കും. മനസ്സിലായില്ലേ? സന്തോഷം ആഗ്രഹിച്ചാൽ അങ്ങ് ഒരു പരിധി ഇല്ലാതെ ചിന്തിച്ചളയും. അതുകൊണ്ട് തന്നെ ആ സന്തോഷങ്ങൾ ഒരു ലോട്ടറി അടിച്ചാൽ പോലും അടിച്ചെന്ന് ചിന്തിച്ചാൽ പോലും നമുക്കിപ്പോൾ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 5 കോടി രൂപ
അല്ലെങ്കിൽ 25 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റിന് മുമ്പ് 10 മിനിറ്റ് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ദുഃഖത്തിലാവും. അത് ആലോചിച്ച് ലാസ്റ്റ് ഈ പൈസ എവിടെ കൊണ്ടിരട്ടെ, ഏത് ബാങ്കിൽ കൊണ്ടിരട്ടെ, ആർക്ക് കൊടുക്കട്ടെ, ശത്രുക്കളുടെ ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കി അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു വിഷയം തന്നെ വരും. കാരണം വളരെ സന്തോഷം പോലും നമ്മൾ എന്ത് ചെയ്യും, കാരണം ഇത് നമ്മൾ അതിനങ്ങ് ഭയങ്കര ഡീപ്പായിട്ട് പോകും. എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ നിമിഷം ലഭിക്കുന്ന എനിക്കിപ്പോൾ ഇത്രയും ദിവസം ഇപ്പോൾ 17, 18, 19, 20, 21, 22, 23 പേരെടുത്ത് എനിക്ക് ഇവിടെ സംസാരിക്കാൻ ഇന്ന് ഇവിടെ പറ്റുന്നെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ. എനിക്ക് ഈ 23 പേരോടുള്ള പങ്കുവയ്ക്കുന്നത് ഇത്രയും പേര് ഇരിക്കുന്നത് ഇന്ന് ഇപ്പം ഇത്രയും നേരം നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇതൊരു സന്തോഷമല്ലേ. ഇത് കട്ട് ചെയ്ത് പറഞ്ഞാൽ ഞാനിരുന്നു എൻ്റെ ദുഃഖത്തെ കുറിച്ച് ആലോചിച്ചിരുന്നല്ലേ. അതെ സാർ, അതിന്റെ കൂടെ ഒന്നുകൂടി ഫലസഫത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കോട്ടിങ് വായിച്ചിട്ടുണ്ട്. ലിവ് ദ പ്രസന്റ്. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കണ്ട, ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട, ലിവ് ദ പ്രസന്റ് എന്നുള്ളത്. അപ്പം നമുക്ക് ഈ പ്രസന്റിൽ മാത്രം അങ്ങനെ ജീവിക്കാനാവോ? പ്രസന്റിന് ഒരു ഇതുണ്ട്. ഈ പ്രസന്റ് സിറ്റുവേഷൻ ആണ് നമ്മളെ നിയോ കോർട്ടെക്സ് ബ്രെയിൻ. പാസ്റ്റിലോട്ടോ ഫ്യൂച്ചറോ ആയിട്ടോ നിയോ കോർട്ടെക്സിന് ഒരു ബന്ധമില്ല. പക്ഷെ നിയോ കോർട്ടെക്സിന് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോയി കാര്യങ്ങളെ എടുക്കാനാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണം, നമ്മളിപ്പോ തീ തന്നെ, ഒരു തീ ഇപ്പോ കത്തി നിൽക്കുന്നു. നമ്മളെ തീ കാണുമ്പോൾ നിയോ കോർട്ടെക്സ് ഈ ഇത് കാണുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യണം, ഉപബോധ മനസ്സിനകത്തേക്ക് കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് ആ തീയിൽ തൊട്ടാൽ കൈ പൊള്ളുമെന്നും, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ഈ തീ വെച്ചൊരു കാട് കത്തിക്കാമെന്നും അല്ലെങ്കിൽ ഒരു വീട് കത്തിക്കാമെന്നും ഈ തീ വെച്ച് ആഹാരം പാകം ചെയ്യാമെന്നും വിവേചിച്ച് തിരിച്ചറിയാനുള്ളത് ഈ പ്രസന്റിലുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രസന്റിൽ നമ്മൾ ഇന്ന് അതിനുവേണ്ടി ആ ഒരു അടുപ്പ് കൂട്ടി അതിന്റെ മേലിലൊരു കലമെടുത്ത് വെച്ച് അരി കഴുകി ഇപ്പോൾ ഇട്ടാൽ മാത്രമേ ഫ്യൂച്ചറിൽ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റൂ. ഈ ആഹാരം പാകപ്പെടുത്തി വരുമ്പോഴത്തേക്ക് എത്തായി ഫ്യൂച്ചറായി. അപ്പൊ അവിടെ നമുക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ഇപ്പൊ ഈ നിമിഷം ഇവിടെ തീ കത്തിക്കണം, ഈ തീ അതിലേക്ക് പകർന്നു കൊടുക്കണം, അങ്ങനെ അതിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ 2 കാര്യത്തെക്കുറിച്ച് മറന്നു പോവുക എന്നുള്ളതല്ല. ഈ സമയം അത് ചിന്തിക്കാതെ നമ്മളിരുന്ന് പാസ്റ്റിലോട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് വയറിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഇപ്പം നമ്മൾ ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്നലെ വരെ ഞാൻ പട്ടിണിയായിരുന്നു, ഇനി നാളെ എനിക്ക് ആഹാരം കിട്ടുമായിരിക്കും എന്ന് രണ്ടും ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഈ സെക്കൻഡിൽ എന്ത് ചെയ്യുക, ആഹാരം വേവിക്കുക എന്നുള്ളത് മാത്രമാണ്. കഴിക്കുന്നത് ഫ്യൂച്ചറാണ്, വിശന്നത് പാസ്റ്റാണ്. അപ്പം ഈ നിമിഷത്തിൽ നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. എടുക്കണം. എപ്പോ ഉണരുന്നോ അപ്പൊ പ്രഭാതം. ഇതാണ്, എപ്പോ ഉണരുന്നോ അപ്പൊ പ്രഭാതം. നാളെ പ്രസന്റ് പറഞ്ഞാല് ഈ നിമിഷം നമ്മൾ ഏറ്റവും ഉചിതമായ ചിന്ത, ഉചിതമായ പ്രവൃത്തി, തീരുമാനം. അതിനാണ് അവിടെ അങ്ങനെ പറയുന്നത്. അതെ, പറ്റുമെങ്കിൽ നല്ലൊരു ബുക്കാണ് കേട്ടത്. നിങ്ങളുടെ ആനന്ദം കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ബുക്കാണിത്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ എടുത്തിട്ടേക്കാം. ഇത് വായിക്കാൻ നമ്മളെ ബ്രെയിൻ നല്ല ഇതാവും, നമ്മളെ പ്രസന്റ് സിറ്റുവേഷനായിട്ട് നല്ല ബന്ധപ്പെട്ട്. ഇതാരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഈ ബുക്ക്? ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഞാനിത് ടീച്ചർ ആ ചോദ്യത്തിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മുടെ യഥാർത്ഥ ആനന്ദം കണ്ടെത്തേണ്ടത് ഈ നിമിഷമാണ്. നല്ല ബുക്കാണ്. വിഷയങ്ങളെ എങ്ങനെയാണ് മനുഷ്യൻ തിരിച്ച് അവൻ ദുഃഖത്തിലേക്കും വിഷമത്തിലേക്കും വിഷയങ്ങളെ, യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളെ എങ്ങനെ വഴിതിരിച്ചു വിടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബുക്കായത്. ഞാൻ പറയാം, ഇതിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ അയച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ടീച്ചർ പറയണം, ഈ സിറ്റുവേഷനിൽ ഈ നിമിഷം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിലിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം ചെയ്യാനുള്ളതൊന്നും നാളത്തേക്ക് മാറ്റാതിരിക്കുക. നാളെ ചെയ്യാനുള്ള ഇന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇന്ന് ചെയ്യാനുള്ളത് നാളത്തേക്ക് മാറ്റരുത്. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് നമ്മൾ സമയം. ഇപ്പോൾ ഉദാഹരണം, ഇന്നത്തെ ക്ലാസ്
ഇന്നത്തെ ക്ലാസ് ഫോളോ അപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യത്തെ കെട്ടടക്കുന്ന എന്തിനാണ്? നമ്മളുടെ മടി തന്നെ ഇരിക്കും. അതിന് പല സമയം അതായത് നമ്മൾ ടൈം ട്രാവലറുടെ കൂടെയാണ് ജീവിക്കാൻ. നമ്മൾ ഇന്നലെ വരെ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇത്ര ജോലി ചെയ്തെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി ജോലി ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ സമയം നമ്മൾ ലാഭിക്കുകയാണ്. അതൊരു ടൈം ട്രാവലറാണ്. അപ്പൊ അത് നമ്മളെന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് കിട്ടുന്ന സമയത്തിൽ ഇവിടെ അതിനെ പാർട്ട് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാം. അത് ആദ്യത്തെ ഇതേ ഉള്ളൂ. ഇപ്പൊ ഞാനിപ്പോ എനിക്കിപ്പോ അടുത്ത ബാച്ച് 9ാമത്തെ ബാച്ചിനെ ഞാൻ എന്താണ് അടുത്ത 31-ന് വരുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു ബാച്ചിനെ കൊണ്ടുപോയതിന്റെ പാട് എനിക്കറിയാം. അത് നമ്മൾ സിമ്പിൾ ആയി തുടങ്ങി. 2ാമത്തെ ബാച്ച് വരുമ്പോഴാണ് 1ാമത്തെ ബാച്ച് സിമ്പിൾ ആയത് തന്നെ. 2ാമത്തെ ബാച്ച് 3ാമത്തെ ബാച്ച് വരുമ്പോഴാണ് 1ാമത്തെ ബാച്ച് വെരി സിമ്പിളായി എന്നും അതിന് ശ്രദ്ധ വിടണമെന്നല്ല പറയണം. അപ്പോൾ നമ്മളതിനെ കൂടുതൽ നമ്മളുടെ വർക്കിംഗ് പവറുകൾ, ബ്രെയിൻ പവറുകൾ, നമ്മുടെ ചിന്തയുടെ പവറുകളൊക്കെ കൂട്ടുക എന്ന് പറയുന്നത് പുതിയ വിഷയങ്ങളെയും കൂടി ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ അതേപോലെ നമ്മൾ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരു ടാസ്ക് എങ്കിലും കൂടുതൽ ചെയ്യുക, പോസിറ്റീവ്. ആ സമയത്ത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ദുഃഖത്തിനും അതിനും ഇതിനുമൊക്കെ നമ്മൾ എന്തിനു വെറുതെ സമയം കളയുന്ന ഒരു ലാഭവും ഇല്ല. നമ്മളിപ്പോ ഈ ഒരു ദിവസം തന്നെ നമ്മളിപ്പോ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ കുറെ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വന്നു, അതൊക്കെ മാറി. ഓക്കെ, അപ്പൊ നമ്മൾ ബാക്കിയുള്ളവരെ എല്ലാരും ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. രമ്യ ടീച്ചർ. അപ്പൊ നമ്മള് ഓക്കെ, പ്രാർത്ഥനയും അതേപോലെ നമ്മുടെ ചിന്തകളെയും കുറിച്ച് പറഞ്ഞല്ലോ. ഓക്കെ, അതില് നമ്മളിപ്പോ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഒരു ആഗ്രഹവും ചിന്തയും നമ്മുടെ ഫീലിങ്ങും ഒരേപോലെ ആവുമ്പോഴാണ് നമുക്കത് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് പണം വേണം എന്ന് ആഗ്രഹിക്കുകയും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ജോലി ഇല്ലല്ലോ അല്ലെങ്കിൽ എനിക്കത് നേടാനുള്ള വഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് നിരാശയായിരിക്കും. അപ്പൊ ഈ നിരാശ എന്ന് പറയുന്ന ഫീലിങ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി ആണല്ലോ. അപ്പൊ ആ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുമ്പം അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതെ, പക്ഷെ ഇവിടെ 2 രീതിയുണ്ട്. പറയൂ സാർ. 2 രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പൊ മാഷ് പറയുമ്പോഴാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മളൊന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 2ാമത്താണ് നമ്മൾ അതിജീവനമായിട്ട് ബന്ധപ്പെട്ടും കൂടെ ഉണ്ട്. മനസ്സിലായോ? അതിജീവന ഹലോ അത് മനസ്സിലായില്ല, എന്താണ് ഒന്ന് വിശദീകരിക്കുക. അതായത് ഇതാണ്, അതായത് ഇപ്പൊ നമ്മള് മനസ്സിന്റെ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനും അല്ലെങ്കിൽ കുറെ കീകളൊക്കെ മനസ്സിലാക്കി നമ്മളിങ്ങനെ മനസ്സിന്റെ സംഭവങ്ങളൊക്കെ കുറെ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഇപ്പൊ മാഷ് നേരത്തെ പറഞ്ഞ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു, നമുക്ക് പണം വേണം, മനസ്സിലല്ലേ? പണം വേണം എന്ന് ആഗ്രഹിക്കുന്നു, നമുക്ക് പണി ഇല്ലല്ലോ എന്നുള്ളത് വയ്ക്കുന്നു. അപ്പൊ ഈ 2 സാധനം കൂടെ കണക്റ്റഡ് ആവില്ല എന്ന് പറഞ്ഞ് ശരിയാണ്. കാരണം ഇതില്ലാന്ന് തോന്നുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായി പണിയെടുക്കണം. പണിയെടുത്തിട്ട് എത്ര പണി ചെയ്തിട്ട് അതിന് റിസൾട്ട് വരാതിരിക്കുമ്പോഴത്തേക്ക് വിഷമിച്ചുകൊണ്ട് തന്നെ വിജയിക്കാൻ വേണ്ടി ഒരു 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 ഫീൽ ഉണ്ടാവും, ഒരു വേദന ഉണ്ടാവും. അത് വിജയം കാണാത്തത് കൊണ്ട് മാത്രം വിഷമിക്കുന്ന ഒരു വേദന ഉണ്ടാവും. അതിനാണ് അതിജീവനം എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞു? അതായത് നമ്മളൊരു ആപത്തിൽ പെട്ടു പോകുമ്പോൾ സന്തോഷത്തെക്കുറിച്ച്, അതായത് തീർച്ചയായും നമ്മളൊരു ആപത്തിൽ പെട്ടുപോയി, ഒരു വിഷമത്തിൽ പെട്ട് നമ്മൾ അതിനകത്തുനിന്ന് കയറി വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യല്ല. അവിടെ ആ സമയത്ത് നമ്മളൊരു ഉദാഹരണം, നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് എത്ര ചെയ്തിട്ടും വിജയിക്കുന്നില്ല, അതിൻ്റെ മേലൊരു വേദന ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരിതം ഉണ്ടായി, ഒരു ഭൂകമ്പം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി, അതിലിരയായവർ. ഈ ഓരോ വിഷയത്തിനും അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സ് ശരിക്ക് എന്തുകൊണ്ടാണ് ഈ ദുഃഖമായി തോന്നുന്നത്? അതായത് എങ്ങനെ പറയും, എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ന്യൂറോൺ അതിന് വേണ്ടി നല്ലൊരു പണിയെടുക്കും. പണിയെടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരും.
അങ്ങനെ 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ മാഷിന്? അല്ല നമ്മൾ മനസ്സിലായി. ഞാൻ ചോദിച്ചത് ഈ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പലരും പറയുന്നുണ്ടല്ലോ എന്റെ അതെ. പ്രാർത്ഥന കേൾക്കുന്നില്ല, അതേപോലെ ദൈവം കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇതാണല്ലോ. സാർ മാഷ് പറഞ്ഞാണ്. അതെ, ആ ഒരു രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇമോഷൻസ് അതേപോലെ വിഷ്വൽസ് ആണല്ലോ നമ്മൾ ഉപബോധ മനസ്സിലേക്ക് എടുക്കുന്നത്. അപ്പോ നമ്മൾ കൊടുക്കുന്ന വിഷ്വൽസും അതേപോലെ ആ ഫീലിങ്സും ആണ് എനർജി ആയിട്ട് തരംഗങ്ങളായിട്ട് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ബ്രെയിനിന്. അപ്പൊ നമ്മൾ എന്താണോ കൊടുക്കുന്ന ആ ഒരു ഫീലിങ്സ് അതിനനുസരിച്ചുള്ള എനർജി പുറത്തേക്ക് പോകുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരാൾ പറയാണ് കഷ്ടപ്പെടണം പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പിലേക്ക് കഷ്ടപ്പാടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒന്നിനു പുറകെ ഒന്നായിട്ട് കഷ്ടപ്പാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കഷ്ടപ്പാട് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ എനർജി അല്ലെങ്കിൽ ആ ഫീലിങ്സ് എന്ത് വൈബ്രേഷൻ ആണോ പുറത്തേക്ക് വിടുന്നത് ആ വൈബ്രേഷനുള്ള സാധനങ്ങൾ നമ്മളിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രെയിൻ. സത്യത്തിൽ നമ്മൾ തന്നെയാണ് അത് വിളിച്ചു വരുത്തുന്നത് എന്നുള്ള സത്യം നമ്മൾ അറിയുന്നില്ല. അതാണ് ആ ഒരു ഫ്രീക്വൻസിയും കൂടെ നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അതെ ഫ്രീക്വൻസി, അതായത് നമ്മൾ ഇതിനകത്ത് ഈ ചിന്ത എന്ന് പറഞ്ഞത് ഊർജ്ജമാണ്. അത് നമ്മൾ കോസ്മിക് തത്വങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ആവും. മനസ്സിലായില്ലേ? അതായത് ആ ഫ്രീക്വൻസി നമ്മളിപ്പോ ഈ സാധാരണ ഒരു മനുഷ്യന്റെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ഫ്രീക്വൻസി എന്താണെന്ന് പറയണം. മനസ്സിലായി? നമ്മൾ പൊതുവായിട്ടൊരു സംഭവമായിട്ട് പറയണം. അപ്പം മാഷ് ആ ഫ്രീക്വൻസിയെ കുറിച്ചുള്ള നോളജ് ഉള്ളത് കൊണ്ടാണ് മാഷിന് അത് പറയാൻ പറ്റിയത്. മറ്റൊരു ഫ്രീക്വൻസി പറയുമ്പോൾ നമ്മൾ ഇന്നലെ വരെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി ഇറങ്ങി വിട്ടിട്ടില്ലല്ലോ പിന്നെ എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോസ്മിക് തത്വങ്ങളിൽ ആ തത്വങ്ങൾ പറഞ്ഞതുകൊണ്ട് മാഷ പെട്ടെന്നൊന്ന് സൂചിപ്പിക്കാം. അതായത് നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് സൂക്ഷ്മമായ എനർജിയാണ്. ആ ചിന്തകൾ ആ എനർജി ഊർജം എവിടെ ഉണ്ടോ അവിടെ കാന്തികതയുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ഊർജം എവിടെ ഉണ്ടോ കാന്തികത ഉണ്ട്. ഈ ഊർജവും ഈ കാന്തികതയാണ് അതിന്റെ വൈബ്രേഷൻ. മനസ്സിലായോ? അതായത് ആ കാന്തികത എവിടെയുണ്ടോ അവിടെ എന്തുണ്ട്? ഈ പ്രതിഫലന തത്വമുണ്ട്. പ്രതിഫലിക്കും. പ്രതിഫലന തത്വം എവിടെ ഉണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധ എവിടെ ഉണ്ടോ, ശ്രദ്ധാ തത്വം എന്ന് പറയുന്നതാണ് തത്വമുണ്ട്. ശ്രദ്ധാ തത്വം എവിടെ ഉണ്ടോ അവിടെ പ്രതിഫലന തത്വം ഉണ്ടാവും. പ്രതിഫലന തത്വം എവിടെ ഉണ്ടോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? രൂപാന്തര തത്വമുണ്ട്. മാറ്റം വന്നുകൊണ്ടിരിക്കും. ഒരേ അവസ്ഥയായിരിക്കില്ല. അതാണ് ഫ്രീക്വൻസി ലെവല്. മാറ്റം വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 8 തത്വമുണ്ട്. ആ തത്വങ്ങൾ ശരിക്ക് മനസ്സിലാക്കിയാൽ നമ്മളുടെ, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഫ്രീക്വൻസി തന്നെ നമ്മുടെ ഊർജം, ചിന്ത ഊർജമാണ്. ഈ ഊർജ തത്വം നമ്മുടെ ബോധമനസ്സിൽ ഊർജം എങ്ങനെയൊക്കെയാണ് പ്രവഹിക്കുന്നത്. ഈ ഊർജം തന്നെയാണ് പലതരത്തിലുള്ള ഫ്രീക്വൻസി. അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നു, ഞാൻ ഈ വാക്ക് പറയുന്നു, എൻ്റെ ബ്രെയിനില് എന്താണ്, ന്യൂറോൺസിനകത്ത് ഫിസിക്സും കെമിസ്ട്രി ആയിട്ട്, അതായത് കെമിക്കൽസും അതുപോലെ തന്നെ എന്താണ് പ്രകാശവുമായി ബന്ധപ്പെട്ട് എന്താണ് ഊർജവും, അതായത് ഫിസിക്സിൽ എന്താണ് വൈദ്യുത തരംഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മളെ ന്യൂറോണിൽ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കെമിക്കലാണ്. അതാണ് നമ്മൾ ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി വർക്കല്ല എന്ന് പറയുന്ന കാര്യം വെച്ചാൽ നമ്മളെ തലച്ചോറിനകത്ത് ഓരോ ന്യൂറോണും ഡേറ്റാസുകൾ അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നത് കെമിക്കൽ രീതിയിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കെമിക്കലും ഈ ഇലക്ട്രിക് തരംഗം, അതായത് ഒരു ന്യൂറോണിന്റെ അകത്തുനിന്ന് ഒരു ന്യൂറോണിന്റെ സ്വീകരിക്കുന്ന സ്ഥലത്തുനിന്ന് അത് വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് അത് ഇലക്ട്രിക് തരംഗമായി പോവുകയും അവിടെ നിന്ന് എന്താണ് രാസോർജമാക്കി മാറ്റുകയാണ്. ആ രാസോർജം ഞാൻ ചിന്തിച്ചെടുത്ത് എൻ്റെ ബ്രെയിനിൽ നിന്ന് എടുത്ത് ഇവിടെ നാക്കുവരെ കൊണ്ടുവന്നതിന് ശേഷം ശബ്ദോർജമായാണ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിന്റെ മൈക്കിൽ പറയുന്നത്. ഈ ശബ്ദോർജത്തെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ലാപ്ടോപ്പ് നിങ്ങളുടെ ഓരോ ഡിവൈസിന്റെയും
സ്പീക്കറിലൂടെ ഔട്ട് ചെയ്യുന്നത്. ആ ഇലക്ട്രിക് ഊർജത്തെയാണ് വീണ്ടും ശബ്ദോർജമാക്കി നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നത്. ഈ ശബ്ദോർജത്തെയാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, കെമിക്കൽ ഊർജമായിട്ട് ന്യൂറോണ് നിങ്ങളുടെ നേരത്തെ ഉള്ള അറിവുമായിട്ട് വിതരണം ചെയ്യുന്നത്. മനസ്സിലായോ? ഇതെല്ലാം അതായത് നമ്മളുടെ ഊർജത്തെ ഓരോ നിമിഷവും വ്യത്യസ്തമായ രീതിയിലേക്ക് മനുഷ്യന് തന്നെ ചേഞ്ച് ചെയ്ത് മാറ്റാൻ പറ്റും. ശബ്ദോർജവും പോരെങ്കില എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റണമെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെങ്കിൽ ഇത് പ്രകാശോർജമാണ്. എൻ്റെ ശരീരം, എൻ്റെ മുഖം നിങ്ങൾ കാണുന്നത്. ഞാൻ പറയുന്ന ഈ ഊർജങ്ങളിലുള്ള കാന്തികൾ തന്നെയാണ് എന്താണ് ഈ ഫ്രീക്വൻസി. നമ്മുടെ ശബ്ദോർജമായിട്ടുള്ള ഈ ഫ്രീക്വൻസികളും അതാണ്. അപ്പോൾ നമ്മൾ അതിൽ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയ വന്നു. സാറിപ്പോൾ മാഷ് പറഞ്ഞൊരു കാര്യം കൂടെ അത് എനിക്കിപ്പോൾ ഒരു ഐഡിയ വന്നു. ഐഡിയ വരുന്ന സമയത്ത് നമുക്കൊരു ഫ്രീക്വൻസി ഉണ്ടാവും. എല്ലാ മനുഷ്യനും അതുകൊണ്ട് അവൻ അതനുസരിച്ച് സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനും വിഷമിക്കാനും എല്ലാത്തിനും നെഗറ്റീവ് ഫ്രീക്വൻസിയോ പോസിറ്റീവ് ഫ്രീക്വൻസിയോ ഉണ്ടാവും. മനസ്സിലല്ലേ? അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ, എൻ്റെ ബ്രെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ അപ്പോഴേ ഡൈവേർട്ട് ചെയ്യണം എൻ്റെ ശരീര നിയന്ത്രണ തലത്തിലേക്ക്. അതായത് എൻ്റെ മസിൽ മെമ്മറിയിലേക്ക് ഞാൻ അതിനെ ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെ ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ വിത്ത് സെക്കൻഡിലൊരു ആക്ഷൻ എടുക്കണം. എനിക്കിപ്പോൾ ഒരു ഐഡിയ കഥ വന്നെങ്കിൽ അത് നാളെ എഴുതാമെന്ന് തോന്നിയാൽ ആ ഫ്രീക്വൻസി അവിടെ നഷ്ടപ്പെടും. അതെന്ത് ചെയ്യുക, അപ്പോഴേ ഒരു ബുക്കിലേക്ക് എന്ത് ചെയ്യുക, മാറ്റുക. ബുക്കിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് എന്തായത് എനിക്ക് വന്ന എൻ്റെ ന്യൂറോൺസുകൾ കണക്ട് ചെയ്ത് കൊണ്ടുവന്നൊരു ഫ്രീക്വൻസിയെ അത് ഞാൻ എൻ്റെ കൈകളിലൂടെ, എൻ്റെ മസിൽ മെമ്മറിയിലൂടെ ഞാൻ ആ ഫ്രീക്വൻസിയാണ് ഞാൻ അവിടെ പകർത്തുന്നത്. പിന്നീട് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ ഫ്രീക്വൻസിയുടെ സിംറ്റംസ് അവിടെ കിടപ്പുണ്ട്. പിന്നീട് ഈ സാധനം എടുത്ത് നോക്കുമ്പോൾ അന്നത്തെ ഫ്രീക്വൻസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, കൂടുതലാണ് സാധ്യത. അതേസമയം അവിടെ നമ്മൾ നാളെ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് നമ്മൾ പിറ്റേന്ന് എടുത്ത് വെച്ചിട്ട് ചെയ്യാനടുത്ത് അതേ ഫ്രീക്വൻസി കിട്ടൂല, നമ്മൾ അതേ ചിന്തിച്ച ആശയം കിട്ടൂല, മസിൽ മെമ്മറിക്കാണെങ്കിൽ ഒരു ഓർമ്മയും കാണൂല ഇവ ഇന്നലെ എന്തിനാണ് ചിന്തിച്ചതെന്ന്. ഈ ഫ്രീക്വൻസിയെ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എപ്പോഴും നമ്മളുടെ പ്രാവർത്തികമായിട്ടുള്ള പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട്, ആക്ഷനുമായി ബന്ധപ്പെട്ട് ശരീര നിയന്ത്രണ തലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് നമ്മൾ എന്തെടുത്താലും ആക്ഷൻ എടുക്കുക. ഓരോ കോശങ്ങൾക്കും മെമ്മറി ഉണ്ട്. അപ്പൊ ആ കോശ മെമ്മറികളിലേക്ക്, അതായത് ഹാർഡ് മസിലിനും മെമ്മറി ഉണ്ട്, സോഫ്റ്റ് മസിലിനും മെമ്മറി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു തറയിൽ വീണ് കിടക്കുന്ന ഒരു മുട്ടുപിൻ എടുക്കാനടുത്ത് അത്രയും സൂക്ഷ്മമായിട്ടൊരു ബ്ലൈഡ് എടുക്കാനടുത്ത് അത്രയും സോഫ്റ്റ് മെമ്മറി ഓർമ്മ ഉള്ളതുകൊണ്ടാണ് അത് കൃത്യമായിട്ടും കൈ മുറിയാതെ ബ്ലൈഡ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? അത് ആ ഓർമ്മ ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ വാരി വലിച്ചെടുക്കും, കൈമുറിയും. അപ്പൊ ഈ നമ്മുടെ സോഫ്റ്റ് മെമ്മറിക്കും ഹാർഡ് മെമ്മറിക്കും മസിലിനും, സോഫ്റ്റ് മസിലിനും ഹാർഡ് മസിലിനും മെമ്മറി ഉണ്ട്. അപ്പൊ ഇത് നമ്മളുടെ ചിന്തയെ ഇതിലേക്ക് ചേഞ്ച് ചെയ്യണം. അതായത് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതവിടെ തുടങ്ങി ഇട്ടേക്കണം, നാളത്തേക്ക് മാറ്റരുത്. ആ ഫ്രീക്വൻസിയെ അതേപോലെ, അതായത് എൻ്റെ തലയിലുണ്ടായ ഫ്രീക്വൻസിയെ ഞാൻ എന്ത് ചെയ്യണം, ആ ഫ്രീക്വൻസി ഷെയർ ചെയ്യുന്നതനുസരിച്ചാണ് എത്ര വലുപ്പമുള്ള കാര്യം ഉണ്ടാവുന്നത്. ആ ഫ്രീക്വൻസിയുടെ വലുപ്പമാണ് സ്വാഭാവികമായിട്ടും. ഇപ്പൊ എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ആദ്യം ഞാൻ ക്ലാസ് തയ്യാറാക്കി ചെയ്യുന്ന സമയത്ത് അത് കേട്ടിരുന്ന, അല്ലെങ്കിൽ അത് നമ്മളൊരു പോസ്റ്റർ ഇടുമ്പോഴും അത് കാണുന്ന ആൾക്കാർക്ക് ആ ഫ്രീക്വൻസി കണക്റ്റ് ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ കണക്റ്റ് ആവുന്നുണ്ട് ആൾക്കാർക്ക്. അതെന്താണ്, ആ സാധനം നമ്മളുടെ മൊത്തത്തിലുള്ള ഫ്രീക്വൻസി ആ ഒരു പോസ്റ്ററിൽ വരെ വരും. അവരിങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് മറുപടി പറയുന്ന ആ മറുപടിക്കകത്ത് വരും ആ ഫ്രീക്വൻസി, ആ ധൈര്യം. പക്ഷെ അതവിടെ നമ്മൾ എവിടെയാണ് നമ്മളത് ചെയ്യാതിരുന്നത് അവിടെ നമ്മൾ വീഴും. ഇത് നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ കാര്യം എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന നമ്മളുടെ ലൈഫിൽ പെർഫെക്റ്റ് ആവാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയുന്നു. ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു. സത്യം, ആത്മവിശ്വാസം ഇല്ലാത്തത് വേറൊന്നും കൊണ്ടല്ല. നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ വളരെ എനിക്ക് എപ്പോഴും അറിയാം, എഡ്യൂക്കേഷൻ്റെ ഒരു കുറവ് ലൈഫിൽ ആദ്യ സമയങ്ങളിലൊക്കെ അത് എപ്പോഴും എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ്. നീ ഇത് ചെയ്താൽ ആരെങ്കിലും ചോദ്യം ചെയ്യൂലേ, ഇതിങ്ങനെ ഇതിങ്ങനെ ഓൺലൈനിലൊക്കെ പോയി ക്ലാസ് ചെയ്യാമോ,
അറിഞ്ഞ അറിവുകളൊക്കെ നമ്മളെ സാധാരണപ്പെട്ട ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ളവരടുത്തല്ല വേറെ ആർക്കും പറഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രമാണ്. പിന്നെ വിചാരിച്ച് ഇനി എന്തായാലും ഒരു ക്ലാസ് ചെയ്തെന്നും പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ വിധിക്കണമെങ്കിൽ അങ്ങനെയെങ്കിലും പത്രത്തിലൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കഴിച്ചു പിടിച്ചങ്ങ് തുടങ്ങിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞാണ്, അപ്പൊ നമ്മളത് ചില പരിമിതികളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് നിൽക്കരുത്. ആ ഫ്രീക്വൻസി ഉപയോഗിക്കുക. ഇപ്പൊ എനിക്ക് കാരണം ഇത്രയും പേര് റിസൾട്ട് ഇതെന്ത് ക്ലാസ്, സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ നമ്മളെ പഴയ വേച്ചാരുടെ അടുത്തൊക്കെ പറയും ഇങ്ങനെ എന്താണ് ഓരോ സമയം ഇങ്ങനെ എന്താണ് തലച്ചോറിൽ ഇങ്ങനെ പൊട്ട് നടക്കണം ഇങ്ങനെ കാര്യങ്ങൾ കിട്ടുന്ന ഇത് സൂപ്പർ നടക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതാ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കണ്ണടിക്കുന്നത് തന്നെ ഉള്ളത് തന്നെ അവർ പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? തീർച്ചയായിട്ടും സംഭവിക്കും സാർ. സാറ് അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നല്ലൊരു ഗുരുവിനെ ഞങ്ങൾക്ക് നഷ്ടമായി പോയത്. സത്യം. അത് ഔട്ട് ചെയ്യുമ്പോഴാണ് പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ഈ സാധനം. ഇപ്പൊ ഇത് അത് ഔട്ട് ചെയ്യാതെ അവിടെ കിടന്നിരുന്നെങ്കിലോ ഒരിതില്ല. അപ്പൊ ഇത് ഇത്തരം ഒരു ഇത് ഞാനിത് പറയണം. സാറ് ഫ്രീക്വൻസി പറഞ്ഞപ്പോൾ അത് ഈ തത്വം ആയിട്ട് കണക്ട് ചെയ്താണ്. ആ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നതിൽ തന്നെയാണ് ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞ നമ്മൾ ഏത് കാര്യവും ക്രിയേറ്റ് ചെയ്യുന്ന, ഞാൻ എപ്പോഴും പറയുന്നു, നമ്മളുടെ നോളജ് അതായത് പുതിയ ആശയം, ഞാൻ 24 മണിക്കൂർ പറയുന്ന ഒരു കാര്യമാണ് ആശയ രൂപീകരണം മറക്കരുത്. അതേ കണക്ക് നമ്മളെ കയ്യിലിണങ്ങിയ മുത്തുകൾ വരെ കിട്ടില്ല. ഏത് കാര്യത്തെയും ഒരു ആശയവൽക്കരിക്കാൻ പറ്റണം. അത് തന്നെയാണ് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്കുമുള്ള റിസൾട്ട്. നമ്മളുടേതായ ഒരു ആശയം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ആശയത്തിന് ചേർത്ത് വെക്കുന്നത് പരസ്പരം ലോജിക്കുള്ളതായിരിക്കണം. ഇനി ലോജിക്കുള്ളതാണോ അല്ലേ എന്ന് നമ്മൾ ചെയ്തു വരുമ്പോഴേ അറിയത്തുള്ളൂ. എല്ലാം നമ്മൾ പെർഫെക്റ്റ് നോക്കിയിരിക്കുകയൊന്നും വേണ്ട. ഞാൻ പലതവണയും നേരത്തെ പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ അന്നത് പറഞ്ഞത് കൊണ്ടാണ് അതിൻ്റെ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു ആശയ രൂപീകരണം നടത്തണം. അത് ഞാൻ ഓരോരുത്തരുടെ പറയണം. ഈ ഗ്രൂപ്പിൽ സംസാരിക്കുന്നതൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. എനിക്കത് റീഡ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരും അത് പറയുമ്പോൾ അവർ അതെങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു, അതിലെന്താണ്, അത് എങ്ങനെയാണ്. ഇപ്പം ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ അതായത് നമുക്ക് സബ്ജക്റ്റ്, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം ഉണ്ട്, മെയിൻ വിഷയം ഏതാണോ അതിന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായും ശരിയാവണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ പോണ ആശയം വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആ സമയത്ത് വരുന്ന ഉദാഹരണങ്ങളാണ് എടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ വാക്ക് പെർഫെക്റ്റ് ആകൂല, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കാനുള്ള വാക്ക് അതായിരിക്കില്ല. പക്ഷെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം മനസ്സിലാവും. അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോഴും പല കാര്യങ്ങളും പുതിയ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ആശയ രൂപീകരണം അത് വിട്ടുപോകരുത്. അത് നമുക്ക് തരുന്ന ഒരു പവർ വേറെയാണ്. ഏത് കാര്യം കിട്ടിയാലും അത് മാത്രം ആശയ രൂപീകരണം എന്ന് പറഞ്ഞൊരു കാര്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ള ചോദ്യം, ഈ ചോദ്യം ചോദിക്കൽ എന്ന് പറഞ്ഞ സാധനമല്ലേ. നമ്മൾ കാന്തം ആർക്കും ക്ലാസ് കട്ട് ചെയ്യാൻ കേട്ടോ, ഞാൻ പറയാണ്. അതായത് മാഗ്നറ്റിക് കാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ എന്താണ് വികർഷിക്കും, അത് ദൂരോട്ട് മാറും. അതേപോലെ സൗത്തും നോർത്തും സൗത്തും വരുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്, അത് ആകർഷിക്കുന്നത്. ഇതേപോലെയാണ് നമുക്ക് ആശയ രൂപീകരണം, എല്ലാത്തിനും ഒരു ആശയ രൂപീകരണം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിൽ ചോദ്യങ്ങളുണ്ടാവും, നമ്മളെ തലച്ചോറിൽ ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങളുള്ളവന്റെ തലച്ചോറ് എന്തായിരിക്കും? സ്വീകരിക്കലായിരിക്കും. അതായത് അവനടുത്ത ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അന്വേഷിയായിരിക്കും ആള്. ചോദ്യങ്ങൾ ഇല്ലാത്തവൻ എല്ലാ വിഷയത്തെയും വികർഷിക്കുന്നവനായിരിക്കും. ഇത്ര സിമ്പിളാണ് ഈ സാധനം. അപ്പം നമ്മൾ പഠിക്കുന്ന, നമ്മൾ അറിയുന്ന ഓരോ കാര്യം, അതായത് ഞാൻ പൂർണ്ണനാണ് എന്ന് എനിക്ക് ഇപ്പൊ തോന്നി തുടങ്ങിയാൽ അടുത്ത ബാച്ചിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ എനിക്ക് അടുത്ത കൊടുക്കേണ്ടത് ഇതിനേക്കാൾ ടോപ്പായിട്ടുള്ള സാധനമായതുകൊണ്ട് എനിക്ക് ചോദ്യങ്ങൾ ആവശ്യമാണ്. അപ്പൊ നമ്മൾ ആശയ രൂപീകരണം നടക്കുമ്പോൾ നമ്മുടേതായ ഒരു ആശയ രൂപീകരണം നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹൂക്കാണ്. ഒരുപാട് വിഷയങ്ങളെ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം അറിയാനുള്ള ചോദ്യം ഒരിക്കണം. അല്ലാതെ എനിക്ക് അറിയാം, മറ്റൊരാൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇതിങ്ങനെ ഇരിക്കും. അത് എനിക്കറിയാം, പക്ഷെ അവന്റെ അടുത്ത് ചോദ്യം ചോദിച്ച് അവനൊന്ന് തളച്ചിടാന്നുള്ളതായിരിക്കും. പക്ഷെ അതല്ല,
നമ്മളെ ബ്രെയിനിൽ ഒരു ചോദ്യം വന്നാൽ പ്രപഞ്ചം നമുക്ക് അതിന്റെ ഉത്തരം കൊണ്ടുതരും. ഉറപ്പായിട്ടും കൊണ്ടുതരും. അടുത്ത നെക്സ്റ്റ് കൊണ്ടുതരും. നമ്മൾ പറയുന്ന പല ക്ലാസ്സുകളും പറയുമ്പോഴത്തേക്ക് നമ്മൾ തുടങ്ങുന്ന ഒരു മെയിൻ ടോപ്പിക് വിഷയത്തിന് അപ്പുറം ഇത് എത്രമാത്രം